നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഈ സായംകാലം കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് തന്ന ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് പലയിടങ്ങളിലായിരിക്കും ഞങ്ങൾക്ക് കർത്താവേ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കർത്താവേ ആ പിതാവിന്റെ അടുക്കിലേക്ക് ഓടി അണയുന്ന കുഞ്ഞുമക്കളെ പോലെ കർത്താവെ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ഓടി അണയുവാൻ, ആ സ്വർഗത്തിലെ അപ്പച്ചന്റെ അടുക്കിലേക്ക് ഓടി അടയുവാൻ കർത്താവ് അവിടുത്തെ അത്രപാദത്തെങ്കിൽ ചേർന്നിരുന്ന് കർത്താവെ ആ അണിപ്പാട്ടുള്ള തിരുക്കരങ്ങളിൽ യേശുവി ആ കർത്താവെ ആ അണിപ്പാടുകള് കർത്താവെ അത് പാൽപ്പേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ആ സ്നേഹത്തെ കണ്ടുകൊണ്ട് കർത്താവെ അവിടുത്തെ ആ തിരുവായി മുഴിഞ്ഞ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാനുള്ളത് കേൾപ്പാനുള്ള ആ ഒരു വ്യഗ്രതയോടെ ആയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിച്ചാട്ടെ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അതേ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പിളർക്കപ്പെട്ട ആ പാറയുടെ പിളർപ്പിൽ തന്നെ, ആ യുഗങ്ങളുടെ പാറയുടെ പിളർപ്പിൽ തന്നെ മറഞ്ഞിരിപ്പാൻ തക്കവണ്ണം കർത്താവേ അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവേ ക്രിസ്തുവില് കർത്താവേ ദൈവത്തിലെ ക്രിസ്തുവിനോടുകൂടി ഞങ്ങളുടെ ജീവൻ മറയപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ കർത്താവ് ഞങ്ങളുടെ സ്വയജീവനെ മരണത്തിനായിട്ട് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് കർത്താവി ഞങ്ങളെ ആ പാറപ്പിളർപ്പില് കർത്താവി അവിടുത്തെ തേജസ്സിനെ കാണുവാന്, അവിടുത്തെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവി അന്ത്യകാല സംഭവത്തിന്റെ പല കാര്യങ്ങളും ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവ് അതെല്ലാം ഒരു മുന്നറിയിപ്പായിട്ട് എടുക്കാനും കർത്താവി ഞങ്ങള് ഈ കാലത്തെ വിവേചിപ്പാനും കൂടുതൽ ഒരുക്കമുള്ളവരായിരിക്കാനും കൂടുതലായിട്ട് അങ്ങയ്ക്ക് വേണ്ടി കർത്താവെ പ്രയോജനപ്പെടുന്നവരായിരിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളെ കുറിച്ച് എന്തൊക്കെ ആഗ്രഹിക്കുന്ന ഓരോ ദിവസവും അതെല്ലാം കർത്താവെ നിവർത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങള് കുശുവിന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങളത്തിനെ ഏൽപ്പിച്ചു തരുന്നു. എല്ലാത്തിലും അവിടുത്തെ പുനരാമത്തെ മുഹത്വപ്പെടുത്തിയാട്ടെ. ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ കർത്താവരെയും കൂട്ടിച്ചേർക്കണം, തടസ്സങ്ങളേക്ക് നീക്കണം. എല്ലാത്തിലും അവിടുത്തെ നാമത്തെ മുഹത്വപ്പെടുത്തണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ 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 ആമീൻ. നമ്മള് വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19 വരെയുള്ള വാക്യങ്ങൾ, 19 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മള് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തിയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു റീക്യാപ്പ് മാതിരി പെട്ടെന്നൊന്ന് കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും എന്നും ചില പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം ഒത്തിരി വിശദമായിട്ട് പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിയാവുന്നതുപോലെ വെളിപാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപില് താൻ നാട് കടത്തപ്പെട്ട സമയത്ത് താൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്തൃ ദിവസത്തില് യേശുവിന്റെ ദർശനം ഉണ്ടാകുന്നത് നമ്മൾ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നേ. യേശു കർത്താവ് അന്ന് ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കി പ്രദേശത്ത് ഉള്ള 7 സഭകളിലേക്കുള്ള ദൂതന്മാർക്ക്, 7 സഭകളിലുള്ള മൂപ്പന്മാർക്ക് എഴുതുവാന് ഉള്ള 7 കത്തുകള്, 7 നമ്മളെ ഇല്ലന്റിലൊക്കെ കത്തെഴുതുന്ന പോലെ, അല്ലെങ്കിൽ മെയിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ എന്തെങ്കിലും നമ്മളെ സെൻഡ് ചെയ്യുന്നത് പോലെ അന്ന് ഇത് എഴുതി ആ 7 സഭകൾക്ക് അയക്കുക എന്നൊക്കെയാണ് നമ്മളവിടെ 1-ാം അധ്യായത്തിലൊക്കെ നമ്മളത് കാണുന്നത്. റൈറ്റ് ഇൻ എ ബുക്ക് വാട്ട് യു സീ, അതാ വെളിപാട് 1-ന്റെ 11-ാമത്തെ വാക്യത്തില് ഒരു പുസ്തകത്തിൽ എഴുതി. അന്ന് പുസ്തകം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബൈൻഡ് ചെയ്ത പുസ്തകങ്ങളല്ല, പുസ്തക ചുരുളുകളായിരുന്നു, സ്ക്രോൾ. അങ്ങനെ എഴുതി ഓരോ സെൻഡ് ടു ദ 7 churches അതിന്റെ 11-ാമത്തെ വാക്യത്തില് എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ പറഞ്ഞു. എന്നിങ്ങനെ കാഹളത്തിനൊത്ത് ഒരു മഹാനാദം വലിയ ശബ്ദം കേട്ടതായിട്ടും അങ്ങനെ ആ സഭകളിലോടുള്ള ദൂതുകളും ഒക്കെ നമ്മൾ കണ്ടു. അതില് 7 സഭകളില് 5 സഭകളും വളരെ പിന്മാറ്റ അവസ്ഥയിലായിരുന്നു. എന്നാൽ 2 സഭകൾ, സ്മിർന സഭയും ഫിലാഡൽഫിയ സഭയും, അവരെ കുറിച്ച് കർത്താവിനൊന്നും കുറവ് പറയാനില്ലായിരുന്നു. അവരെ കുറിച്ച് വളരെ അഭിമാനത്തോടെ അഭിനന്ദിക്കുന്ന ആ ഒരു കർത്താവിന്റെ കർത്താവ് ശ്ലാഘിക്കുന്നത്, അഭിനന്ദിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നീട് 4-ാം അധ്യായത്തിൽ തുറന്ന ഒരു വാതില് സ്വർഗത്തിൽ താൻ കാണുകയാണ്. 4-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തില്. അങ്ങനെ സ്വർഗത്തിന് ഒരു ദർശനം. അവിടെ പിതാവിനെ ആരാധിക്കുന്നത് 4-ാം അധ്യായത്തിലും, പിതാവിനെ ആരാധിക്കുന്ന പോലെ തന്നെ പുത്രനെ ആരാധിക്കുന്നത് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. പിതാവിന്റെ കയ്യിലുള്ള ഒരു പുസ്തക ചുരുള്, അത് ഭൂമിയുടെ ഒരു ആധാരം എന്നുള്ള ഒരു പുസ്തകമാണ്. അത് ഭൂമിയിലേക്ക് പതിക്കാനിരിക്കുന്ന ന്യായവിധികളെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പല വചനഭാഗങ്ങൾ, സെഖര്യാവിന്റെയും ഹെസ്കേലിന്റെയും ഒക്കെ വചനഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് റൂത്തിൽ നിന്നും ലേവ്യ പുസ്തകത്തിൽ നിന്നും ആവർത്തന പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള പല വചനഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ട് നമ്മൾ അത് കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. നമ്മളുടെ ബൈബിൾ സ്റ്റഡീസിൽ ഉപയോഗിക്കുന്ന ആ ഒരു സാക്പനം ബ്രദറിന്റെ അന്തിമ വിജയം അല്ലെങ്കിൽ ഫൈനൽ ട്രയംഫ് എന്നുള്ള ഒരു പുസ്തകവും നമ്മൾ ഓരോ പോർഷനായിട്ട് അതിന്റെ കറസ്പോണ്ടിങ് പോർഷനായിട്ട് വായിച്ച് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് വചനത്തിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ മുദ്രയിടപ്പെട്ട പുസ്തകം, ആ പിതാവിന്റെ കയ്യിലുള്ള പുസ്തകം, മുദ്രയിടപ്പെട്ട പുസ്തകം യേശുവിന് മാത്രമേ വാങ്ങിക്കാൻ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ യേശു മാത്രമേ മനുഷ്യനായിട്ട് വന്ന് ദൈവമായിരിക്കെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി തന്നെ ഒഴിച്ച് എംറ്റി ചെയ്ത്, ഫിലിപ്പിയർ 2-ന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ ഒഴിച്ച് എംറ്റി ചെയ്ത്
താൻ ഒരു മനുഷ്യനായിട്ട് വന്ന് താൻ ജയിച്ചു. ആ ജയിച്ചത് കൊണ്ട് അതാ നമ്മള് വെളിപാട് 5:5 നമ്മൾ വായിക്കുന്ന അതിന്റെ 7 മുദ്രയിൽ തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനായിട്ട് വന്ന കർത്താവ് ജയിച്ചിരിക്കുന്നു. കർത്താവ് ഒരു ദൈവമായിട്ട് തന്നെ ദൈവത്തിന്റെ സകല അധികാരത്തോടെയും ദൈവത്തിന്റെ സകല പ്രിവിലേജസോടുകൂടി താൻ വന്ന് ഇവിടെയുള്ള പാപത്തിന്റെ പ്രലോഭനങ്ങൾ ജയിച്ചു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമില്ല. ദൈവ ആണ്, അപ്പം പിന്നെ ജയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാ താൻ മനുഷ്യനായിട്ട് നമ്മെപ്പോലെ തന്നെ എല്ലാത്തിലും തന്നെ മനുഷ്യനായിട്ട് ആ ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള ആ സർവ അധികാരവും സർവജ്ഞാനവും സർവശക്തിയും അതുപോലെയൊക്കെയുള്ള ദൈവത്തിന്റെ ദൈവം എന്നുള്ള ആ ആട്രിബ്യൂട്ട്സ് താൻ ഭൂമിയിലായിരുന്നപ്പോഴും ദൈവം തന്നെ ആയിരുന്നു എന്ന ദൈവത്തിന്റെ ആ ശക്തിയും ജ്ഞാനവും അതെല്ലാം ഒഴിച്ചു വെച്ച് തന്നെ ഒരു മനുഷ്യനായിട്ട് താഴ്ത്തിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. താൻ ഭൂമിയിലായിരുന്നപ്പോഴും ദൈവമായിരുന്നു. അതുകൊണ്ട് കർത്താവ് മറ്റുള്ളവർ തന്നെ ആരാധിച്ചപ്പോൾ ആരാധന സ്വീകരിക്കുന്നു. ദൈവത്തിന് ദൈവം അല്ലാതിരിക്കാൻ കഴിയില്ല. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും കർത്താവ് പൂർണ്ണ ദൈവം തന്നെ ആയിരുന്നു. എന്നാ കർത്താവ് തന്നെ ഒഴിച്ചു. എന്തൊക്കെയാ ഒഴിച്ചത്? ആ ദൈവം എന്നുള്ള നിലയിലുള്ള ശക്തിയും ദൈവം എന്നുള്ള നിലയിലുള്ള ജ്ഞാനവും എല്ലാം ഒഴിച്ച് തന്നെ ഒരു മനുഷ്യന്റെ പരിമിതിയിലേക്ക് ഒതുക്കി. എന്തിനു വേണ്ടിയാ? നമുക്കൊരു മുന്നോടിയാകുവാൻ വേണ്ടി. നമുക്ക് മുന്നോടിയാകുവാനായിരിക്കുന്നു ആണെന്നൊക്കെ നമ്മൾ എബ്രായർ 6:20 വായിക്കുന്നുണ്ട്. മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു എന്ന മലയാളം ബൈബിളിലെ സത്യവേദ പുസ്തകത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഫോർ റണ്ണർ, പ്രാഡ്രമാസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾസിലൊക്കെ ഫോർ റണ്ണർ, നമുക്കൊരു മുമ്പേ ഓടി തികച്ചു. നമ്മൾ എങ്ങനെ ഓടണമെന്ന് കാണിക്കാൻ തക്കവണ്ണം, ഈ ജീവിതമാകുന്ന ഓട്ടം എങ്ങനെ ഓടണമെന്ന് കാണിച്ചു തരുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് മുമ്പേ ഓടി. അങ്ങനെ കർത്താവ് ജയം പ്രാപിച്ച ആ കർത്താവ്, ജയിച്ച കർത്താവ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ 16:33 കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന്റെ തൊട്ട് തലേ ദിവസം രാത്രിയിലെ അന്ത്യത്താഴമൊക്കെ കഴിഞ്ഞ് ശിഷ്യന്മാരോട് സംസാരിച്ച മഹാപുരോഹിത പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് കർത്താവ് പറയുന്ന ആ വാക്യം യോഹന്നാൻ 16:33 നമുക്കറിയാം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ 1 യോഹന്നാൻ 2:16 പറയുന്നുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപമാണ് ലോകം എന്ന് പറഞ്ഞാല്, കൺമോഹം എന്ന് പറഞ്ഞാല് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതെല്ലാം, അതായത് പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, മണി ആൻഡ് മാമൻ, അതാണ് ലോകം, അതാണ് കൺമോഹം എന്ന് പറയുന്നത്. പിന്നെ ജഡമോഹം എന്ന് പറയുമ്പോൾ ജഡിക സുഖങ്ങൾ, അത് ലൈംഗികതയാവട്ടെ, ആഹാരത്തിന്റെ കാര്യമാവട്ടെ, ഉറക്കത്തിന്റെ കാര്യമാവട്ടെ, ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിന് വെളിയിലോട്ട് പോകുന്ന ആ ഒരു ജഡമോഹം. പിന്നെ ജീവനത്തിന്റെ പ്രതാപം, ഞാൻ മനുഷ്യമാനം തേടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ആ ഒരു സെൽഫ് ഞാൻ എന്നൊരു ഭാവം, മനുഷ്യമാനം തേടുന്നതാവട്ടെ, മനുഷ്യരുടെ സഹതാപം തേടുന്നതാവട്ടെ, അമ്പട ഞാനെന്ന് പറയുന്നതാവട്ടെ, അയ്യോ പാവം ഞാനെന്ന് പറയുന്നതാവട്ടെ, അതെല്ലാം ആ ഒരു സെൽഫ്, അതിന്റെ ആ ഒരു ജീവനത്തിന്റെ പ്രതാപം, ആ ഒരു സെൽഫിനെ കുറിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം ആകുന്ന ആ ലോകത്തെ എല്ലാം കർത്താവ് നമ്മെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടും ജയിച്ചു. അതായത് എബ്രായർ 4:15 നമ്മൾ വായിക്കുന്നത്, പാപം ഒഴികെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന മലയാളം സത്യവേദ പുസ്തകത്തിൽ തെറ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. എന്ന പാപം ഇല്ലാതെ എന്നാണ് യഥാർത്ഥത്തിൽ പരിഭാഷ വേണ്ടത്. ഗ്രീക്കില് കോറസ് എന്ന് പറഞ്ഞൊരു വാക്കാ, അതിനകത്ത് വിതൗട്ട് എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന സത്യവേദ പുസ്തകം പരിഭാഷപ്പെടുത്തിയപ്പോൾ അവർ തെറ്റ് വന്നിട്ടുണ്ട്. അപ്പം പാപം ഇല്ലാതെ എന്ന് വെച്ചാൽ ഹി വാസ് ടെംപ്റ്റഡ് ഇൻ ഓൾ പോയിന്റ്സ് as we are yet without sin except sin അല്ലെ, വിതൗട്ട് സിൻ എന്ന് പറഞ്ഞാല് പ്രലോഭനം ഉണ്ടാവുന്ന പാപത്തിന് വേണ്ടിയാ. എന്നാൽ അത് നമ്മൾ യാക്കോബ് 1:14-15 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവ് നമ്മെപ്പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും കർത്താവ് പാപം ചെയ്തില്ല. കർത്താവിന് സ്വന്തം ഹിതം ഉണ്ടായിരുന്നു ഭൂമിയിലായിരുന്നപ്പോ, എന്നാൽ ആ സ്വന്തം ഹിതത്തിന് ഒരിക്കൽ പോലും തന്നെ കീഴടങ്ങി കൊടുത്തില്ല. പിതാവിന്റെ ഹിതത്തിനായിട്ട് തന്നെ കീഴടക്കി ഏൽപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയെല്ലാം വീണ്ടും പറഞ്ഞതുപോലെ, എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം ജീവൻ അത്ര ഞാൻ വന്നിരിക്കുന്നു എന്ന് യോഹന്നാൻ 6:38 പറയുന്നത് പോലെ, അങ്ങനെ കർത്താവ് ജയം പ്രാപിച്ച ആ കർത്താവാണ് ഈ പുസ്തക ചുരുൾ വാങ്ങുന്നതായിട്ട് നമ്മൾ വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെ പുസ്തക ചുരുളിന്റെ 7 മുദ്രകളിൽ ഓരോരോ മുദ്രകളായിട്ട് പൊട്ടിക്കുമ്പോൾ അവസാന കാലത്തെ സംഭവങ്ങൾ വെളിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഇത് ക്രിസ്തു വെളിപ്പെടുന്നതായിട്ട് 6-ാം അധ്യായത്തിൽ കാണുന്നു. 2ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വലിയൊരു യുദ്ധം നടക്കുന്നു. 3-ാമത്തെ മുദ്രയിൽ വലിയൊരു ക്ഷാമം. 4-ാമത്തെ മുദ്രയില് ഭൂമിയിലെ 4/1 പേര് മരിച്ചു പോകുന്നൊരു പല കാരണങ്ങളാൽ, അതായത് അവിടെ അതിന്റെ 8-ാമത്തെ വാക്യത്തില് വെളിപാട് 6:8 സ്വോർഡ് എന്ന് പറഞ്ഞാല് വാള് എന്ന് പറയുമ്പോൾ യുദ്ധം കാരണം മരിച്ചു പോകുന്നു, പിന്നെ ക്ഷാമം കാരണം മരിച്ചു പോകുന്നു, മഹാബാധകൾ കാരണം മരിച്ചു പോകുന്നു, പിന്നെന്താ കാട്ടുമൃഗങ്ങളെ കൊണ്ട് മരിച്ചു പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് 1-2 പേരെല്ലാം ഭൂമിയുടെ കാലംശം തന്നെ മരിച്ചു പോകുന്നു. 1/4 ഓഫ് ദ എർത്ത് മരിച്ചു പോകുന്നതായിട്ട്, അങ്ങനെയൊക്കെയുള്ളൊരു കാലം, ഒരു കാര്യം അന്ത്യകാലത്ത് നടക്കുന്നൊരു കാര്യം അതിന്റെ 4-ാമത്തെ മുദ്രയിൽ നമ്മൾ വായിക്കുന്നു. 5-ാമത്തെ മുദ്രയിൽ മഹോപദ്രവം, സഭ
ഒരു മഹോപദ്രവത്തിലൂടെ, അതായത് സാത്താന്റെ ക്രോധം ഇത് ക്രിസ്തു എന്ന് പറയുന്ന ഏകലോക ഭരണാധികാരിയിലൂടെ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്നത് 5-ാമത്തെ മുദ്രയിൽ നമ്മൾ കാണുന്നു. 6-ാമത്തെ മുദ്രയിലാണ് കർത്താവിന്റെ 2-ാമത്തെ വരവ്. പിന്നെ കർത്താവിന്റെ 2-ാമത്തെ വരവിനോടനുബന്ധിച്ച് കർത്താവ് കുഞ്ഞാടിന്റെ ക്രോധം, അതായത് ദൈവത്തിന്റെ ന്യായവിധിയുടെ ഒരു സൂചനയും 6-ാമത്തെ മുദ്രയിൽ നമ്മൾ കാണുന്നു. 7-ാമത്തെ മുദ്രയുടെ കാര്യമാണ് നമ്മൾ 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ 7-ാമത്തെ മുദ്രയിലാണ് ദൈവത്തിന്റെ ന്യായവിധി ഒരു 7 കാഹളങ്ങളായിട്ട് അല്ലെങ്കിൽ 7 കലശങ്ങളായിട്ട്, 7 കാഹളങ്ങളെന്ന് 8-9 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 7 കലശങ്ങളായിട്ട്, ക്രോധ കലശങ്ങളായിട്ട് വെളിപ്പാട് 16-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ 8-ാം അധ്യായം മുതൽ വായിക്കുന്നു. അതിനിടയിലുള്ള 7-ാം അധ്യായത്തില് ആ ക്രോധ കലശങ്ങള് ഭൂമിക്ക് മേതെ പതിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം 144,000 പേര് യഹൂദന്മാര് 12,000 വെച്ച് 12,000 വെച്ച് ഓരോ ഗോത്രങ്ങളിൽ നിന്നും 12 ഗോത്രങ്ങളിൽ നിന്നും, അതിനകത്ത് ഡാനിന്റെയും എഫ്രൈം ഗോത്രത്തിന്റെയും പേര് പറയുന്നില്ല, എന്ന ജോസഫ് എന്നും പിന്നെ ബെഞ്ചമിൻ എന്നും മനസ്സെ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ 12 ഗോത്രങ്ങളുടെ കാര്യം നമ്മൾ 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഡാനിന്റെ എഫ്രൈമിങ്ങിന്റെ കാര്യം പറയാത്തത് നമ്മള് അന്ന് ചിന്തിച്ചായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ അവരുടെ വിഗ്രഹാരാധന കൊണ്ടും ഒക്കെ ആയിരിക്കാം എന്നുള്ളൊരു കാര്യം ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 31 വാക്യങ്ങളിലൊക്കെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ആ ബൈബിൾ സ്റ്റഡീസും ഒക്കെ നമ്മുടെ CFC കാങ്കിൾ എന്നുള്ള യൂട്യൂബ് ചാനലിൽ അതിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ റെവലേഷന്റെ ബൈബിൾ സ്റ്റഡിയുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഉണ്ട്. അതൊക്കെ പോർഷൻസിലോട്ടൊക്കെ പോയാൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യണമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ അന്തിമവിജയം പുസ്തകത്തിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ. അതിന്റെ പുസ്തകത്തിന്റെ കോപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാൻ മടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മള് 7-ാം അധ്യായത്തിലെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ ആ മുദ്രയിടുന്ന കാര്യം, 12,000 പേരെ വെച്ച് മുദ്രയിടുന്ന കാര്യം നമ്മൾ കാണുന്നത്. പിന്നെ 9-ാമത്തെ വാക്യം മുതൽ സഭ ക്രിസ്തുവിനെ എതിരേൽക്കാനായിട്ട് ആയിരിക്കുന്ന കാര്യവും സഭയ്ക്ക് നിത്യമായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ള ഒരു ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു സൂചനയാണ് 17-ാമത്തെ വാക്യം വരെ, ആ 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരെ നമ്മൾ കാണുന്നത്. പിന്നെ 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ കാലാനുക്രമമായിട്ട് ക്രൊണോളജിക്കൽ ഓർഡറിലല്ല വെളിപാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. ഒരു വിഹക വീക്ഷണം, ഒരു ബേർഡ്സ് ഐ വ്യൂ, ഒരു ഓവറോൾ പിക്ചർ ഒന്ന് നൽകിയിട്ട് പിന്നെ അതിന്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പിന്നെ ഫില്ലപ്പ് ചെയ്യുന്ന രീതിയിലാണ് വെളിപാട് പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് പല പ്രവചന പുസ്തകങ്ങളും അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ളത്. ഈവൻ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദ്യം ആ ഒരു സൃഷ്ടിയെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ പറഞ്ഞതിന് ശേഷം 1-ാം അധ്യായത്തിൽ തന്നെ ആദാമിനെ ഹവ്വയും സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ 1-ാം അധ്യായത്തിൽ അവസാനം കാണുന്നുണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആദാമിനെ ഉറക്കി കിടത്തിയിട്ട് ഹവ്വയെ മിസ്സിംഗ് റിബിൽ നിന്ന്, മിസ്സിംഗ് റിബ് എന്ന് പറഞ്ഞാൽ ആ വാരിയിൽ നിന്ന് ദൈവം ഉണ്ടാക്കുന്നതായിട്ട്, മേക്ക് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ 2-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ പിക്ചർ നൽകിയിട്ട് പിന്നെ ആ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബൈബിളിന്റെ ഒരു പ്രതിപാദന ശൈലിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ ആ കാര്യങ്ങൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ 8-ാം അധ്യായത്തില് നമ്മൾ ആ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉള്ള 8 കാഹളങ്ങൾ, 7 കാഹളങ്ങളില്, അതായത് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളങ്ങള് വരിവരിയായിട്ട് ദൂതന്മാർ ഊതുന്നതായിട്ട് നമ്മൾ കാണുന്നേ. അതിലെ 7 കാഹളങ്ങളിൽ ആദ്യത്തെ 4 കാഹളങ്ങളെ കുറിച്ച്, അപ്പോൾ ഉണ്ടാകുന്ന ന്യായവിധിയെ കുറിച്ച്, അവിടെ ഭൂമിക്ക് മീതെയും സമുദ്രത്തിന് മീതെയും ജലാശയങ്ങൾക്ക് മീതെയും സൗരഗോളങ്ങൾക്ക്, അതായത് പ്രപഞ്ചത്തിലെ സൗരഗോളങ്ങൾക്ക് മീതെയൊക്കെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയൊക്കെ നമ്മൾ അവിടെ 8-ാം അധ്യായത്തിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. പിന്നെ 9-ാം അധ്യായത്തിൽ 5-ാമത്തെ ക്രോധകലശം, അവിടുത്തെ 5-ാമത്തെ കാഹളവും 6-ാമത്തെ കാഹളം 13-ാമത്തെ വാക്യം മുതലൊക്കെ നമ്മൾ 9-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ ഈ മുദ്രയിടപ്പെട്ടിരുന്ന പുസ്തകം ഇപ്പൊ ഒരു തുറന്ന പുസ്തകമായിട്ട് ഒരു ദൂതൻ പിടിച്ചിരിക്കുന്നതും ഇതെല്ലാം നിവൃത്തിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൂതൻ ആണയിടുന്ന കാര്യമൊക്കെ നമ്മൾ അവിടെ 10-ാം അധ്യായത്തിന് 6-7 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതിനുശേഷം യോഹന്നാൻ അപ്പോസ്തലനോട് ഈ പുസ്തകം ഭക്ഷിക്കാൻ, ആ പുസ്തകം കഴിച്ചോളാൻ പറയുന്നുണ്ട്.
അത് കഴിച്ചതിന് ശേഷം വീണ്ടും യോഹന്നാൻ പ്രവചിക്കുന്ന കാര്യങ്ങൾ 11-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. അപ്പൊ 11-ാം അധ്യായത്തിൽ ആദ്യത്തെ 14 വാക്യങ്ങളിൽ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷക്കാലം ഉണ്ടായിരുന്ന ആ ഒരു 2 സാക്ഷികളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ 15-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ കാഹളം, 6 കാഹളങ്ങളുടെ കാര്യം 9-ാം അധ്യായത്തിൽ തീർന്നു. 7-ാമത്തെ കാഹളത്തിലാണ് കർത്താവ് രാജ്യത്വം പ്രാപിക്കുന്നത്. കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ച, കർത്താവ് ഭൂമിയിൽ ഒരു 1000 വർഷക്കാലം ഭരണം തുടങ്ങുന്നതും അതിന്റെ തുടക്കത്തിലാണ് ദൈവമക്കൾക്കുള്ള റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലം നൽകുന്നതായിട്ടൊക്കെ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 12-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ട് ഇസ്രായേലിനെ സന്തതിയായിട്ടുള്ള യേശുവിനെ ഉടുക്കി കളയാനായിട്ട് സാത്താന്റെ ശ്രമങ്ങളെ കുറിച്ചും അവസാനത്തെ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷക്കാലത്തിന് തൊട്ട് മുമ്പായിട്ട് സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുന്നതും സാത്താനെ തന്നെ ഭൂമിയിലേക്ക് തള്ളിയിടുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ 12-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. സാത്താന് വലിയ ക്രോധത്തോടെ ഇത് ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നതും ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ വേണ്ടി പോകുമ്പം അതിന്റെ 12-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന് 2 ചിറക്, ഏതൊരു എയർപ്ലെയിനിലോ മറ്റോ എയർ ലിഫ്റ്റ് ചെയ്യുന്നത് പോലെ അവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദൈവം പരിപാലിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ 12-ാം അധ്യായത്തിന് വെളിപാട് 12-14 വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ആ ക്രോധം ശേഷം സന്തതികളിലേക്ക് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ശേഷം സന്തതികളായിട്ടുള്ള ആത്മീയ സന്തതികളായിട്ടുള്ള ദൈവസഭയ്ക്ക് മേലാണ് ആ ക്രോധം വീണ്ടും അവൻ കാണിക്കുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നത്. 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെ കാണുന്നു. മൃഗം നമ്പർ 1, മൃഗം നമ്പർ 2. മൃഗം നമ്പർ 1 ആണ് ഇത് ക്രിസ്തു, മൃഗം നമ്പർ 2 ആണ് കള്ളപ്രവാചകൻ. മൃഗം നമ്പർ 1 ഒരു യഹൂദനല്ലാത്ത ഒരു മനുഷ്യനായിരിക്കാമെന്നും പിന്നെ കള്ളപ്രവാചകൻ ഒരു യഹൂദനായിരിക്കണമെന്നൊക്കെയാണ് നമ്മൾ അതിന്റെ 13-ന്റെ 1, 11 വാക്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അതിന്റെ സൂചനകൾ കണ്ടേ. എന്ന് വെച്ചാൽ അത് കരയിൽ നിന്ന് വന്നതുകൊണ്ട് അത് കടലിൽ നിന്ന് എതിർ ക്രിസ്തു കടലിൽ നിന്ന് വരുന്നതായിട്ട് 13-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ആ കടല ജാതികളെ സൂചിപ്പിക്കുന്നതായിട്ട് 17-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ കള്ളപ്രവാചകൻ 11-ാമത്തെ വാക്യത്തിൽ 13-11 അവന് കരയിൽ നിന്ന് വരുന്നത്, കര ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ 666 എന്നുള്ള ആ ഒരു സംഖ്യയെക്കുറിച്ചും അതിന്റെ മുദ്രയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. 14-ാം അധ്യായത്തില് ജയാളികളായിട്ടുള്ള കർത്താവിന്റെ പൂർണ്ണ പ്രതിഫലം വാങ്ങുന്ന 144,000 എന്നുള്ളൊരു ആലങ്കാരികമായിട്ടുള്ള ഒരു ചെറിയ സംഖ്യയെ കുറിച്ച് നമ്മൾ അവര് കർത്താവ് പോകുന്നിടത്തൊക്കെയും കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരായിട്ട് കാണപ്പെടുന്നു. 4-ാമത്തെ വാക്യം, ആദ്യത്തെ 5 വാക്യങ്ങൾ ആ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. പിന്നെ ന്യായവിധിക്ക് മുമ്പായിട്ടുള്ള 3 ദൂതന്മാരുടെ മുന്നറിയിപ്പുകൾ, ഒരു 3 അനൗൺസ്മെന്റ്സ് മാതിരിയൊക്കെ നമ്മൾ 7 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അനൗൺസ്മെന്റ് 7 മുതൽ 13 വരെയും പിന്നീട് ആ ന്യായവിധിയെ കുറിച്ച് 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 15-ാം അധ്യായത്തിൽ ഈ ക്രോധകലശങ്ങൾ ഒഴിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് സ്വർഗത്തിലുള്ള ജയാളികള് പളുങ്ക് കടലിന്റെ മീതെ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതായിട്ടും പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. 16-ാം അധ്യായത്തിലാണ് ആ ക്രോധകലശങ്ങൾ ഓരോന്നായിട്ട് ഒഴിക്കപ്പെടുന്നത്. അതിന്റെ 7-ാമത്തെ ക്രോധകലശം ഒഴിക്കുമ്പോഴാണ് ബാബിലോണിനെ ഓർക്കുന്നത്. ബാബിലോണിനെ കുറിച്ചാണ് പിന്നീട് 17, 18 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നത്. ബാബിലോൺ എന്ന് പറയുന്നത് അതൊരു വ്യാജ സഭയാണ്, അല്ലെങ്കിൽ വ്യാജമായിട്ടൊരു ക്രിസ്തു മതമാണ്. യേശുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ലോകത്തിന് പിന്നാലെ പോകുന്ന ആത്മീയ വ്യഭിചാരമാണ് ഈ ബാബിലോൺ എന്ന് പറയുന്നത്. ആ ബാബിലോൺ എന്ന് പറയുന്നത് ആ ബാബിലോണിന്റെ വേശ്യാപുത്രന്മാരെ കുറിച്ചൊക്കെ നമ്മൾ 17-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ബാബിലോണിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ട് ആ ബാബിലോൺ 7 മലകളുടെ മീതെ ആയിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. 7 മലകളുടെ മേലെയുള്ള ആ ഒരു പട്ടണം എന്ന് പറയുന്നത് റോം പട്ടണമാണ്, റോമൻ പട്ടണം. ആ റോം ആസ്ഥാനമാക്കിയിട്ടുള്ള റോമൻ കത്തോലിക്ക സഭയും അതിൽ നിന്ന് പിന്നെ വേർപെട്ട് വന്നിട്ടുള്ള ഏതൊക്കെ സഭകളാണോ ഇന്ന് യേശുവിന്റെ പേരെടുത്തുകൊണ്ട് ലോകത്തിന്റെ പിന്നാലെ പോകുന്നത്, ആ ലോകത്തോടുള്ള ചങ്ങാത്ത ആത്മീയ വ്യഭിചാരമാണെന്നാണ് യാക്കോബ് 4:4 നമ്മൾ വായിക്കുന്നത്. അപ്പം ഏതൊക്കെ ഇന്ന സഭകളെ, ഏതെങ്കിലും ഒരു സഭകളെ കല്ലെറിയാനല്ല, മറിച്ച് ആരൊക്കെയാണ് ഇന്ന് യേശുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഏതൊക്കെ സഭയാ നേതൃത്വങ്ങളാണ് യേശുവിന്റെ പേരെടുത്തുകൊണ്ട് ഭക്തിയുടെ ഒരു വേഷം ധരിച്ചുകൊണ്ട് ലോകത്തിന്റെ പിന്നാലെ. ലോകം എന്ന് പറയാൻ നമ്മൾ കണ്ടു പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ. ഇതിന്റെ അതായത് മണി, ഓണർ, പ്ലഷേഴ്സ്, MSP, മണി, ഓണർ, പ്ലഷേഴ്സ്, പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ. ഇതിന്റെ പിന്നാലെ യേശുവിന്റെ പേരെടുത്തുകൊണ്ട് ഈ പണത്തിന്റെ പിന്നാലെ, ജഡിക സുഖങ്ങളുടെ പിന്നാലെ, മനുഷ്യമാനത്തിന്റെ പിന്നാലെ ഏതൊക്കെ സഭാ നേതൃത്വങ്ങളാണ് പോകുന്നത് അതെല്ലാം ബാബിലോണാണ്. ആ ബാബിലോണിന്റെ മീതെ വരുന്ന വലിയ ന്യായവിധിയെ കുറിച്ച് നമ്മൾ 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും വായിക്കുന്നു. 17-ാം അധ്യായത്തിൽ ആ ബാബിലോണിനെ ഒരു
അതിനെ ഒരു റിലീജിയസ് സിസ്റ്റമായിട്ട്, ഒരു മതപരമായ ഒരു സംവിധാനമായിട്ട് കാണുന്നു. 18ാം അധ്യായത്തിൽ അതിനെ ഒരു വാണിജ്യ വ്യവസ്ഥിതിയായിട്ട്, കമേഴ്ഷ്യൽ സിസ്റ്റമായിട്ട് കാണുന്നു. പണം ഉണ്ടാക്കാനുള്ള ഒരു കാര്യങ്ങളായിട്ട് മതവും പണവും അതെല്ലാം ഇങ്ങനെ ചേർന്ന് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയെ കുറിച്ചൊക്കെയാ, അതിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ചൊക്കെ 17-18 അധ്യായങ്ങളിലൊക്കെ യോഹന്നാൻ അപ്പോസ്തലൻ വാദോരാതെ എഴുതിയിട്ടുള്ളത്. വാദോരാതെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞതുപോലെ അതുപോലെ കൈയെടുക്കാതെ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 19ാം അധ്യായത്തില് ബാബിലോണിയൻ ന്യായവിധിയെ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ ഒരു 3 ഹല്ലേലൂയ വരുന്നു. പിന്നെ ഒരു 4ാമത്തെ ഹല്ലേലൂയ കർത്താവ് രാജ്യത്ത് ഏറ്റെടുത്തിരിക്കുന്നു, കർത്താവിന്റെ കാന്തയുടെ കല്യാണമായിരിക്കുന്നു, കാന്തതനത്തിന് ഒരുക്കിയിരിക്കുന്നു, വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന കാന്തയായിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. ക്ഷണിക്കപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒരു ലെസ് ഭാഗ്യാവസ്ഥ. കാന്തയുടെ അത്രയും അവര് ഭാഗ്യം ചെയ്തവരല്ല. എന്ന് വെച്ചാൽ അവര് ദൈവത്തെ കർത്താവിന്റെ കാന്തയാകുന്ന ഇന്ന് ക്രിസ്ത്യകുലത്തിൽ പൊതുവെ പലരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാല് കർത്താവിലെയും വിശ്വസിക്കുന്നവരെല്ലാം അങ്ങ് കാന്തയുടെ ഭാഗമായിട്ട് തീരുന്നു എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ വെളിപാട് 3-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യത്തില് ജയിക്കുന്നവർക്കാണ് തന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള വരം നൽകുന്നതെന്നാണ് നമ്മളവിടെ വെളിപാട് 3-21 വായിക്കുന്നത്. അത് മാത്രമല്ല, നമ്മള് വെളിപാട് പുസ്തകത്തിലും വചനത്തിലുടനീളം കാണുമ്പോഴും ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഫലം കായ്ക്കുന്നവർക്ക്, 100 മേനി ഫലം കായ്ക്കുന്നവരാണ് കർത്താവിന്റെ കാന്തയായിട്ട് തീരുന്നത്. 100% അവരുടെ ജീവിതത്തിൽ ഒരു കുറവില്ലായിരുന്നു എന്നല്ല, കുറവില്ലാത്തവരായിട്ട് ആരും മനുഷ്യരില്ല. എന്ന തങ്ങൾക്കുള്ള വെളിച്ചത്തിനൊത്തവണ്ണം തങ്ങൾ അതിനെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചവര്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകളും താഴ്ചകളും ഒക്കെ വന്നാലും അപ്പോഴൊന്നും കർത്താവിനെ തള്ളിക്കളയാതെ ഉള്ള വെളിച്ചത്തില് കർത്താവിനോട് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ട് ജീവിപ്പാനായിട്ട് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചവരാണ് 100 മേനി ഫലം കായ്ക്കുന്നവര്. എന്നാൽ 30 മേനി 60 മേനി ഫലം കായ്ക്കുന്നവരും ഉണ്ട്. അവരാണ് ഈ ക്ഷണിക്കപ്പെട്ട വിഭാഗത്തിലുള്ളവരെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം കർത്താവേ ഈ വചനം 100 മേനിയും 60 മേനിയും 30 മേനിയും വിളയണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഈ വചനം 100 മേനി വിളയണമെന്നേ പ്രാർത്ഥിക്കത്തുള്ളൂ. അതായത് നമ്മൾ കൊച്ചുങ്ങളോട് എക്സാമിന് പോകുമ്പോൾ നിങ്ങള് 100% മാർക്ക് അല്ലെങ്കിൽ 60% 30% വാങ്ങിച്ചുകൊണ്ട് വന്നോ എന്ന് പറയത്തില്ല. നിങ്ങൾ മാക്സിമം എഴുതി നന്നായിട്ട് 100% മാർക്ക് വാങ്ങിക്കണമെന്നേ നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് അപ്പനമ്മമാര് പറഞ്ഞു വിടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്വർഗീയ പിതാവും അങ്ങനെ ആഗ്രഹിക്കുന്നത് എല്ലാവരും 100% വാങ്ങിക്കണം, എല്ലാവരും പ്രൈസ് വാങ്ങിക്കാൻ തക്കവണ്ണം, ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുക എന്നാണ് നമ്മൾ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ബിരുദ് പ്രാപിക്കുവാൻ അല്ലെങ്കിൽ പ്രൈസ് സമ്മാനം വാങ്ങിക്കാൻ തക്കവണ്ണം ഓടുവിൻ. നീ പോയി ഓടിക്കോ സമ്മാനം എന്ന് നമ്മൾ ലോകപ്രകാരം പറയുമ്പോ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും സമ്മാനം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് എന്നാ ഓടുന്നത്. ശരിയാണ്, നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ഇതിനൊക്കെ പങ്കെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളത് ആത്മീയമായിട്ട് പറയുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഓരോരുത്തർ ഓടുന്നവര് എല്ലാവരും ഫസ്റ്റ് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ഓടുന്നത്. എല്ലാവർക്കും ഫസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാവരും അതുപോലെ ഓടുവാണെങ്കിൽ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടാവുന്ന ഒരു റേസ്. ഇപ്പൊ ലോകത്തിന്റെ ഓട്ടത്തിലൊക്കെ 1-2 പേർക്ക് ഒരേ സെക്കൻഡ്, ഓരോ സ്പ്ലിറ്റ് സെക്കൻഡിൽ വന്നാൽ പോലും ചിലപ്പോൾ ഒരാൾക്കായിരിക്കും അല്ലെങ്കിൽ രണ്ടു പേർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് പ്രൈസ്. എന്നാൽ ഇവിടെ എല്ലാവർക്കും ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു സദ്വർത്തമാനമാണ്. 144 പേരെന്ന് പറയുമ്പോൾ ഒരാളും 2 പേരും അല്ല, അനേകര് ഈ നൂറ്റാണ്ടുകളിൽ കർത്താവിനോട് ഏറ്റവും വിശ്വസ്തരായിരുന്നവരുണ്ട്. 144,000 എന്ന് അവിടെ വെളിപാട് 14-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു അക്ഷരികമായിട്ടുള്ളൊരു സംഖ്യയല്ല, മറിച്ച് ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു ചെറിയ സംഖ്യ. വെളിപാട് 7-9 എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരത്തെ കുറിച്ച് പറയുന്നു. വെളിപാട് 14-ന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ ഒരു എണ്ണാൻ പറ്റുന്ന ഒരു പുരുഷാരത്തെ കുറിച്ച് പറയുന്നു. ആ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയുള്ള കോൺട്രാസ്റ്റിംഗ് ഒരു പല സിംബോളിക് ലാംഗ്വേജിലാണ്, ആ ഒരു പ്രതീകാത്മകമായ ഭാഷയിലാണ് ഈ വെളിപാട് പുസ്തകം എഴുതിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ തന്നെ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റഡ് ഇറ്റ് ഹിസ് സെന്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ഇറ്റ് ബൈ ഹിസ് ഏഞ്ചൽ എന്ന് പറയുന്നത് സിഗ്നിഫൈഡ് എന്നാണ് KJV പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ യോഹന്നാനെ പ്രദർശിപ്പിച്ചു എന്നുള്ള ആ വാക്ക് സെമൈനോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. ടു സിഗ്നിഫൈ, ടു ഗിവ് എ സൈൻ, പല അടയാളങ്ങളോടുകൂടി യോഹന്നാനെ കാണിച്ചു കൊടുത്തു എന്നാണ് അവിടെ അതിന്റെ ഒരു ഒറിജിനൽ റൂട്ട് മീനിങ്ങിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വെളിപാട് 19-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ യേശു വെള്ളക്കുതിരമേൽ വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. യേശുവിന് അനേകം കിരീടങ്ങളുണ്ട്. കർത്താവ് എല്ലാത്തിലും ജയിച്ചവനായതുകൊണ്ട് അനേകം രാജമുടികളോടുകൂടി കർത്താവ് വരുന്നതായിട്ട് നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു. കർത്താവിന്റെ പേര് ദൈവവചനമാണെന്നും 13-ാമത്തെ വാക്യത്തിൽ കാണുന്നു. കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ആ മൂർച്ചയേറിയ വാള് ദൈവവചനത്തെ സൂചിപ്പിക്കുന്നതാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ കണ്ടു. ആ
ഇരുമ്പ് വടി അത് ദൈവികമായിട്ടുള്ള അധികാരം. അത് അത് ഇന്ന് കർത്താവ് ആർക്കാണ് ആ ഇരുമ്പ് വടി കൊടുക്കുന്നതെന്ന് നമ്മളവിടെ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് ജയിക്കുന്നവർക്കാണ് കർത്താവ് ആ ആത്മീയ അധികാരം. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നാം പാപത്തെ ലോകത്തെയൊക്കെ ജയിക്കുമ്പോഴാണ് ആത്മീയ അധികാരം. അതായത് ഒരു വീട്ടില് ഒരു ഭർത്താവിന് ഒരു ആത്മീയ അധികാരത്തോടുകൂടി ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിലേക്ക് നയിക്കുവാനുള്ള ഒരു ആത്മീയ അധികാരം എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അവൻ ജസബേൽ സ്പിരിറ്റിനെ, അതായത് ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിപരീതമായിട്ടുള്ള പല കാര്യങ്ങളെയൊക്കെ ജയിച്ച് തന്റെ ജഡത്തെയും ലോകത്തെയും സാത്താനെയൊക്കെ ജയിക്കുന്നത് എങ്ങനെ? നമ്മളതിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ ജയിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ അധികാരം എന്ന് വെച്ചാൽ നമ്മൾ ആ വചനം നമ്മളെ അനുസരിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് അങ്ങനെ വചനം അനുസരിച്ച് പരീക്ഷകളിൽ പ്രലോഭനങ്ങളിൽ ജയിച്ച് ആ ആത്മീയ അധികാരത്തോടുകൂടി അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ വെളിപാട് 2-ന്റെ 27-ാമത്തെ ജയിക്കുന്നവന് ഞാൻ എന്ത് നൽകും? 26-ാമത്തെ വാക്യത്തില് ഞാൻ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോടെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അപ്പൊ യേശുവിന് തന്നതുപോലെ, യേശുവിന് ആ ആത്മീയ അധികാരം പിതാവ് കൊടുത്തതുപോലെ നമുക്കും അധികാരം തരും. എപ്പോഴാ? നമ്മളും ജയിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പാപത്തെ ജയിക്കുമ്പം കുടുംബത്തിലെ ഒരു അപ്പൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ ഉള്ള ഒരു അധികാരം, അത് അധികാരം എന്ന് പറഞ്ഞൊരു ഹിറ്റ്ലറെ മാതിരി അടിച്ചമർത്താനോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനുള്ള അധികാരമല്ല. അതൊക്കെ ജഡികമായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ആത്മീയ അധികാരം അത് നിത്യജീവനെ കൊടുക്കാനാണ് ആത്മീയ അധികാരം എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 17-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിത്യജീവനെ കൊടുക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനുള്ള ഒരു അധികാരം. അത് ഭർത്താവ് എന്ന നിലയില് ഭാര്യയെ, അപ്പനും അമ്മയും എന്ന നിലയില് അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ മേൽ, അപ്പന് മാത്രമല്ല അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളുടെ മേലൊരു ആത്മീയ അധികാരം ലഭിക്കണമെങ്കിൽ അവര് കർത്താവിനെ അതുപോലെ പിൻപറ്റി ജയിക്കുമ്പോൾ ആത്മീയ അധികാരത്തോടുകൂടി മക്കളെ കർത്താവിന്റെ വഴികൾ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് എബ്രഹാമിനോട് പറഞ്ഞതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഉൽപ്പത്തി പുസ്തകം ഞാനത് പലപ്പോഴും എടുത്തിട്ടുള്ള വേഴ്സസാ. നമുക്കറിയാം അതിന്റെ 17-ാം അധ്യായത്തിലാണോ നോക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തില് എബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യം നമ്മൾ അതിന്റെ 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ഉൽപ്പത്തി 18-19 യഹോവ എബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് എബ്രഹാമിനെ നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം എബ്രഹാം തന്റെ മക്കളോട് മാത്രമല്ല തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇബ്രാഹിമിനെ തെരഞ്ഞെടുത്തിരിക്കുക എന്തിനാന്ന് വെച്ചാൽ തന്റെ കുടുംബത്തോട് താൻ കൽപ്പിക്കണം കർത്താവിന്റെ വഴി നടക്കാൻ. ഇന്ന് അതുപോലെ കുടുംബത്തോട് കൽപ്പിക്കുവാനുള്ള ഒരു ആത്മീയ അധികാരം ആർക്ക് വേണം? കുടുംബത്തിന് നാഥനായിട്ടുള്ള ഭർത്താവിന് വേണം, അപ്പന് വേണം, അമ്മയ്ക്ക് മക്കളുടെ മേലൊരു അധികാരം, ആത്മീയ അധികാരം വേണം. മൂത്ത സഹോദരങ്ങൾക്ക്, ഇളയ സഹോദരങ്ങളെ അതുപോലെ കർത്താവിന്റെ വഴി നടക്കാനായിട്ട്, മീറ്റിംഗ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാന്, വചനം വായിക്കാന്, സഭയിൽ വരുവാന്, കാര്യങ്ങൾ ഇത് ചെയ്യുവാന് കർക്കശത്തോടെ പറയേണ്ടടുത്ത് കർക്കശത്തോടെ ബാലനെ അവന് തോന്നുന്ന വഴി നടത്തിയ അവൻ വലുതാവുമ്പോഴും തോന്നുന്ന വഴിയെ പോകും. എന്നാൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയെ നടത്തിയാൽ അവൻ വലുതാവുമ്പോഴും അത് വിട്ടുപോകത്തില്ലെന്ന് ഞാനല്ല പറഞ്ഞ് സദൃശ്യവാക്യം 22-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നതിന്. നമ്മൾ എപ്പോഴും പറയുന്ന വാക്യങ്ങളാണ്. സദൃശ്യവാക്യം Proverbs 22:6 train up the child in the way he should go and he will not depart from it even when he is old. ബാലൻ അല്ലെങ്കിൽ ബാലിക നടക്കേണ്ടുന്ന വഴിയെ അവനെ നടത്തണം. നടന്നില്ലെങ്കിൽ 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്, പ്യൂബർട്ടിക്ക് അറ്റൻഡ് ചെയ്യുന്ന മുമ്പുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല അടി കൊടുക്കണം. അടി കൊടുത്ത് നടക്കേണ്ടുന്ന വഴി നടത്തണം. അതിനുശേഷമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കർക്കശത്തോടെ അവരോട് കാര്യങ്ങൾ പറയണം. അത് മാത്രമല്ല അവര് ഞാന് ഒരു സഹോദരനോട് പറയുമായിരുന്നു, പറയുന്ന അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ പണം കൊടുക്കരുത്. ഹോസ്റ്റലില് ഇനിയിപ്പം മെസ് ഫീസ് അടയ്ക്കാൻ പൈസ തരത്തില്ല. ഞാൻ പറയുന്ന അനുസരിക്കാന് മോക്ക് അല്ലെങ്കിൽ മോന് പറ്റുന്നില്ലെങ്കിൽ ഹോസ്റ്റലിൽ മെസ് ഫീസിനോ അല്ലെങ്കിൽ അതിനുള്ളത് പണം തരത്തില്ല. അപ്പനും അമ്മ പറയുന്ന ആദ്യം അനുസരിക്കാൻ ശീലിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ മക്കളുടെ മേൽ അതുപോലെ ആ ഒരു കാർക്കശ്യത്തോടെ പെരുമാറേണ്ടടുത്ത് നമ്മൾ ഒരു അഴകുഴമ്പൻ നയം സ്വീകരിച്ചാൽ അവർ നിത്യ നരകത്തിലേക്ക് നമ്മൾ തള്ളിവിടുമായിരിക്കും.
അവർക്ക് തോന്നുന്ന വഴിയെ പോകാനല്ല, അവര് പോകേണ്ടുന്ന വഴിയെ പോകാനാണ് ദൈവം അപ്പനെയും അമ്മയും കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അവർ ഉത്തരവാദിത്വം ചെയ്യുന്നില്ലെങ്കിൽ അത് അയ്യോ കഷ്ടം. പിന്നെ സഭയിലെ ഉത്തരവാദിത്തമുള്ള സൗകര്യങ്ങൾക്ക് യുനോ ശാസിക്കാനും തിരുത്താനുമുള്ള ആത്മീയ അധികാരത്തെ കുറിച്ചൊക്കെ, അങ്ങനെയുള്ള ആ ആത്മീയ അധികാരം അത് ദൈവം നമുക്ക് തരുന്ന ബൗണ്ടറിക്കുള്ളിൽ എക്സസൈസ് ചെയ്യുവാൻ. ഇപ്പൊ നമ്മളൊരു ഓഫീസിലായിരിക്കുമ്പോൾ മേലധികാരിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയുള്ളവരോട് കാര്യങ്ങൾ കർക്കശത്തോട് പറയുന്നിടത്ത് കർക്കശത്തോട് പറയാൻ, എപ്പോഴും കർക്കശത്തോട് പറഞ്ഞ് ആൾക്കാരെ വെറുപ്പിക്കണമെന്നല്ല, എന്ന് അഭിനന്ദിക്കേണ്ട സമയത്തും സ്നേഹവും വാത്സല്യം കൊടുക്കേണ്ട സമയത്ത് പിള്ളേരെ ഞാൻ പേരൻസിനോടൊക്കെ പറയുന്നത് വെച്ചാല്, തെറ്റ് ചെയ്യാത്ത സമയത്തൊക്കെ ഒത്തിരി സ്നേഹവും വാത്സല്യം കൊടുത്തത്, എന്നാൽ തെറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ നമ്മൾ മുഖം കടുപ്പിച്ച് കാർക്കശത്തോടുകൂടി തന്നെ അധികാരത്തോട് നമ്മൾ സംസാരിക്കണം. ആ ആത്മീയ അധികാരം ഇല്ലെങ്കിൽ നമ്മൾ ദൈവമുമ്പാകെ മാനസാന്തരപ്പെടണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതാണ് നമ്മൾ വെളിപാട് 19 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ റോഡ് ഓഫ് അയൺ, ആ ഒരു ആത്മീയ അധികാരത്തെ കുറിക്കുന്ന ഇരുമ്പ് പോലും ഉണ്ട്. അങ്ങനെ ആത്മീയ അധികാരം തങ്ങളുടെ ഇന്നത്തെ ഭൗതിക ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന, നമ്മളുടെ ബൗണ്ടറിക്ക് വെളിയിൽ പോയി നമ്മളുടെ അധികാരം പ്രയോഗിക്കാനല്ല, എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിനുള്ളിൽ ഒരു അപ്പനാണെങ്കിൽ ആ കുടുംബത്തില്, അമ്മയാണെങ്കിൽ മക്കളുടെ മേല്, അല്ലെങ്കിൽ സബരുത്തവാദ സൗരങ്ങളാണെങ്കിൽ അവരുടെ മേല്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇളയ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുടെ മേല്. അപ്പൊ ആ ദൈവം വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, അല്പത്തിൽ വിശ്വസ്തരായിരിക്കുന്നവരെ അധികത്തിലും ഫലമേൽപ്പിക്കും എന്നൊക്കെ നമ്മളവിടെ ലൂക്കോസ് 16 അധ്യായത്തിലെ 10 വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ഹി ഹു ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ വിൽ ഓൾസോ ബി ഫെയ്ത്ത്ഫുൾ ഇൻ മച്ച്. അല്പത്തില് അതാ 16 അധ്യായത്തിന്റെ 10 വാക്യത്തില്, ലൂക്കോസ് 16 വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്? അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. അത് കഴിഞ്ഞിട്ട് അതിന്റെ 19 അധ്യായത്തിൽ, ലൂക്കോസ് 19 അധ്യായത്തിൽ അവിടെ ഒരു കർത്താവ് ഒരു ഉപമയൊക്കെ പറഞ്ഞ് 10 റാത്തലിന്റെ ഉപമയൊക്കെ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 11 വാക്യം മുതൽ പറയുമ്പോൾ, അത് കഴിഞ്ഞിട്ട് അതിന്റെ 17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നേ, ലൂക്കോസ് 19:17, അവനോട്, അതായത് യജമാനൻ ഭൃത്യനോട് പറയുക, എന്താ പറയുന്നത്? നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. അന്ന് സഹസ്രാബ്ദ വാഴ്ച വരുമ്പോൾ ദൈവം ഓരോരുത്തർക്കും ഏത് അളവിലായിരിക്കും അധികാരം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അവർക്ക് അവരുടെ ഭൗതിക ജീവിതത്തില്, അവരുടെ ഈ ഭൂമിയിലുള്ള ഈ ജീവിതത്തില് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവർക്കാണ്. അതിനനുസരിച്ചാണ് അന്ന് ആ അധികാരം, ആ ഇരുമ്പുപോലെ എങ്ങനെ പ്രയോഗിക്കണം എന്ന് പയറ്റി ശീലമുള്ളവർക്കാണ് അന്ന് കർത്താവ് ആ അധികാരം, അധികം പേർക്ക്, അധികം പട്ടണങ്ങൾക്ക് മീതെയുള്ള അധികാരത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരു ഉപമയായിട്ട് നമ്മൾ ലൂക്കോസ് 19:11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോ അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിന് രാജാവ് കർത്താവ് എന്നുള്ള കാര്യമൊക്കെ 16 അധ്യായത്തിൽ വായിച്ചു. പിന്നെ ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് കണ്ടതായിട്ടും, പിന്നെ ഒരു വലിയൊരു ഫീസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അത് സാധാ ഫീസ്റ്റ് അല്ല, മട്ടൻ കറിയും ചിക്കൻ കറിയും ഉള്ള ഫീസ്റ്റ് അല്ല, മറിച്ച് ആരുടെയൊക്കെ മാംസമാണ് അന്ന് ഒഴുകാൻ പോകുന്നത്. ആ അർമ്മഗദോൻ യുദ്ധത്തിന്റെ കാര്യമാണ് നമ്മൾ 18-19 വാക്യങ്ങളിൽ, അതായത് വെളിപാട് പുസ്തകം, അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അത്ര പ്ലസന്റ് ആയിട്ടുള്ള ഒരു വേഴ്സ് അല്ല, എന്നാൽ ന്യായവിധിയെ കുറിച്ച് പറയുന്ന വളരെ കാർക്കശ്യമുള്ള കാര്യങ്ങളാണ്. അതായത് അത് 18-19 വാക്യങ്ങളില് ഇസ്രയേലിനും ദൈവസഭയ്ക്കും എതിരായിട്ട് എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രയേലിനെതിരായിട്ട് എല്ലാ രാഷ്ട്രങ്ങളും തിരിയുന്നതായിട്ട് നമ്മൾ സെഖര്യാവ് 14 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വായിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇവരെല്ലാം കർത്താവിനും കർത്താവിന്റെ അഭിഷിക്തന്മാർക്കും എതിരായിട്ട് തിരിഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ അതിന്റെ 19 വാക്യത്തില് നമ്മൾ വായിക്കുന്നത്. കുതിരപ്പുറത്തിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാ? യേശു കർത്താവായി കുതിരപ്പുറത്തിരിക്കുന്നതായിട്ട് നമ്മൾ അതിന്റെ 11 വാക്യത്തിൽ വായിച്ച്, വെളിപാട് 19:19 കുതിരപ്പുറത്ത് ഇരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും. അവന്റെ സൈന്യത്തെ കുറിച്ചാണ് നമ്മൾ അതിന്റെ 14 വാക്യത്തിൽ ശുഭ്രവസ്ത്രം ധരിച്ച സൈന്യം എന്ന് പറയാൻ കാന്തയാണെന്ന് നമ്മൾ അതിന്റെ 8 വാക്യത്തിൽ ശുഭ്രവസ്ത്രം ധരിച്ചിരിക്കുന്ന കുഞ്ഞാടിനെ കാന്തയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ ശുഭ്രവസ്ത്രം ധരിച്ച് ജയിച്ച 144,000 എന്നുള്ള ആ ഒരു അലങ്കാരിക സംഖ്യ ആ സൈന്യത്തിനെതിരെ, അതായത് കർത്താവിനും കാന്തയ്ക്കും എതിരായിട്ട് 19 വാക്യം, കുതിരപ്പുറത്തിരിക്കുന്നതിനോടും അവന്റെ സൈന്യത്തോടും കർത്താവിനും കാന്തയോടും യുദ്ധം ചെയ്യുവാനും മൃഗവും, എന്ന് വെച്ചാൽ ഇത് ക്രിസ്തുവും ഭൂരാജാക്കന്മാര്, ഈ ലോകത്തിന്റെ വലിയ പ്രൈം മിനിസ്റ്റർമാരും പ്രസിഡന്റുമാരും ഒക്കെ അവരുടെ സൈന്യങ്ങൾ ഒന്നിച്ച് വന്നുകൂടിയത് എവിടെ വന്നുകൂടിയത്? ആർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്താ വന്നുകൂടി എന്നൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം 16 അധ്യായത്തിന്റെ
16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 16:16 അർമ്മഗദോൻ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള യെരുസലേമിന്റെ 50 മൈൽ വടക്കായിട്ടുള്ള ഒരു വലിയ സ്ഥലമാണ് ഈ അർമ്മഗദോൻ. അവിടാണ് അവസാനത്തെ യുദ്ധം നടക്കുന്നത്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ കർത്താവിന്റെ കാല് മൗണ്ട് ഒലിവ് മലമേല് കർത്താവ് കാല് വെക്കുന്നതായിട്ടൊക്കെ സെഖര്യാവ് 14-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അവിടെ മല രണ്ടായിട്ട് പിളർക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ അർമ്മഗദോൻ യുദ്ധത്തെ കുറിച്ച് സെഖര്യാവ് 14-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ വലിയ യുദ്ധത്തില് ഇങ്ങനെ കർത്താവിന് അർമ്മഗദോൻ യുദ്ധം ഒരു ദിവസം കൊണ്ട് കഴിയുന്ന യുദ്ധമാണ്. വെച്ചാൽ കർത്താവിന്റെ വചനമാകുന്ന വാളുകൊണ്ട് കർത്താവ് ഇവരെയെല്ലാം സംഹരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ ആ 19-ാം അധ്യായത്തില് ക്രിസ്തുവും ലോകത്തെ പ്രൈം മിനിസ്റ്റർമാരും പ്രസിഡന്റുമാരും ഒക്കെ അവരുടെ സൈന്യങ്ങളൊക്കെ ഒന്നിച്ചു വന്നുകൂടി ഞാൻ കണ്ടു. അപ്പൊ അവിടെ വലിയൊരു കർത്താവ് തന്റെ വചനമാകുന്ന വാളിനാല് ഇവരെ സംഹരിക്കുമ്പോൾ അവിടെ വലിയൊരു രക്തപ്പുഴ ഒഴുകുന്നതായിട്ടൊക്കെ നമ്മൾ 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില്, അതായത് ഒരു കുതിരയുടെ കടിവാളത്തോളം അവിടെ വായിക്കുന്നുണ്ട്. ബ്രൈഡിൽ കുതിരയുടെ കടിഞ്ഞാണിന്റെ അളവില് അത്രയും രക്തപ്പുഴ അത് 200 നാഴിക ദൂരത്തോളം, ആ സ്ഥലത്തു നിന്ന് 200 നാഴിക ദൂരത്തോളം ഒഴുകുന്ന തരത്തിലുള്ള വലിയൊരു രക്തപ്പുഴയും വലിയൊരു ദൈവത്തിന്റെ ഒരു ന്യായവിധി നമ്മളവിടെ കാണുന്നുണ്ട്. ആ സൈന്യങ്ങളെല്ലാം ചത്തൊടുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവരെ ഭക്ഷിക്കാൻ വേണ്ടി എല്ലാ പക്ഷികളോടും വരാനാണ് അവിടെ നമ്മൾ 18-ാമത്തെ വാക്യത്തിൽ രാജാക്കന്മാരുടെ മാംസം, ചിക്കൻ കറി മട്ടൻ കറി അല്ല, മറിച്ച് രാജാക്കന്മാരുടെ മാംസമുണ്ട്, സഹസ്രാധിപന്മാരുടെ മാംസമുണ്ട്, സെഞ്ചുറിയൻസ്, അതായത് 1000 പട്ടാളക്കാരെ നയിക്കുന്ന സെഞ്ചുറിയൻ സഹസ്രാധിപന്മാരുടെ മാംസമുണ്ട്, വീരന്മാരുടെ വലിയ മൈറ്റി, അവര് പണം കൊണ്ടോ ശക്തി കൊണ്ടോ ഒക്കെ വലിയ വീരന്മാരായിരുന്നു, അവരുടെ മാംസമുണ്ട്, കുതിരകളുടെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരുടെയും മാംസമുണ്ട്, സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം തിന്നുവാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്താഴത്തിനെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഗ്രേറ്റ് സപ്പർ ഓഫ് ഗോഡ്, ആ വലിയ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ യെഹെസ്കേൽ 39:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലൊക്കെ ഈ അത്താഴത്തെ കുറിച്ച് ഈ പക്ഷികളെയൊക്കെ വിളിച്ചു കൂട്ടുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവിടെ പക്ഷികളോട് മാത്രമല്ല കാട്ടുമൃഗങ്ങളോടും വന്ന് ഇതെല്ലാം കഴിച്ചു തീർക്കാനാ പറയുന്നത്, ഇവരുടെയൊക്കെ മാംസങ്ങൾ കഴിച്ചു തീർക്കാനാ പറയുന്നത്. അതിനുശേഷം കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ച. അപ്പോ ഈവൻ ലൂക്കോസ് 17:30 വാക്യത്തില് കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോഴും എന്താ, ശവങ്ങൾ ഉള്ളിടത്ത് കഴുകന്മാര് കൂടുന്നതായിട്ട് കർത്താവ് ലൂക്കോസ് 17:30 പറയുന്നത് ഈ മാംസം കൊണ്ട് ഒരുക്കിയിട്ടുള്ള വലിയൊരു സദ്യയെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടായിരുന്നല്ലോ. അതിനുശേഷം 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യത്തിന്റെയും ആ ഒരു എക്സ്പ്ലനേഷന് വെളിപാട് 19, 20, 21 വാക്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ഇപ്പം ജേക്കബ് ബ്രദർ അത് സാക്വനം ബ്രദറിന്റെ അന്തിമ വിജയം പുസ്തകത്തിൽ നിന്ന് ഇപ്പൊ അത് വായിക്കുമ്പോൾ അജിബേർ അത് കറസ്പോണ്ടിങ് പോർഷൻ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 20-21 മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. സ്വർഗത്തിലേക്ക് ജീവനോടെ എടുക്കപ്പെട്ടവർ 2 പേരാണ്, ഹാനോക്കും ഏലിയാവും. ജീവനോടെ തീപ്പൊയ്കയിൽ ഇട്ട് കളഞ്ഞ 2 പേരെ നാം ഇവിടെ കാണുന്നു. എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനുമാണ് അവർ. ബാക്കി എല്ലാവരെയും യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ, അതായത് ദൈവവചനം, നശിപ്പിക്കുന്നു. പാതാളവും, അതായത് നരകം, തീപ്പൊയ്കയും ഒരേ സ്ഥലമല്ല. ഇന്ന് എല്ലാ അവിശ്വാസികളും പോകുന്ന തീയുടെ ഒരു ചെറിയ കുളമാണ് പാതാളം. ഒരു നാൾ പാതാളത്തെ തന്നെ അഗ്നിയുടെ ഒരു തടാകത്തിൽ തള്ളി ഇട്ടുകളയും. അത് വെളിപ്പാട് 20:14 അത് പറയുന്നു. കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരെയും 250 പേരെയും ജീവനോടെ പാതാളത്തിൽ ഇട്ടുകളഞ്ഞതായി പഴയ നിയമത്തിൽ നാം വായിക്കുന്നു. സംഖ്യാപുസ്തകം
16 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളില് തങ്ങളുടെ മീതെ വെച്ചിരുന്ന ആത്മീയ അധികാരത്തോട്, അതായത് മോശയോട് മത്സരിച്ചതിനാലാണ് ദൈവം അവരെ അങ്ങനെ ഭീകരമായ വിധത്തിൽ ശിക്ഷിച്ചത്. ദൈവം നൽകിയിട്ടില്ലാത്ത നേതൃസ്ഥാനം കൊതിച്ചതിനാൽ അവർക്ക് ലൂസിഫറിന്റെ ഒരാത്മാവാണ് ഉണ്ടായിരുന്നത്. അവർ മോശയെ കുറിച്ച് ഏഷണി പറയുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം അവരെ ലൂസിഫറിന് അർഹമായ സ്ഥലത്തേക്ക് തന്നെ അയച്ചു. 6000 വർഷമായി കെട്ടി പടുത്തുകൊണ്ടുവന്ന മത്സരത്തിന്റെ ആത്മാവിനെ അതിന്റെ പാരമ്യത്തിൽ നാം കാണുന്നത് ഹെർമഗദോൻ യുദ്ധത്തിലാണ്. ഉരുണ്ടുകൂടിയ മത്സരത്തിന്റെ ആത്മാവ് ഒടുവിൽ സമ്മർദ്ദം കൂടി പൊട്ടിത്തെറിച്ചതുപോലെയാണത്. ഇന്ന് കുട്ടികൾ മാതാപിതാക്കളോട് മത്സരിക്കുന്നു, വിദ്യാർത്ഥികൾ അധ്യാപകരോട് മത്സരിക്കുന്നു, വിശ്വാസികൾ ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ട നേതൃത്വത്തോടും, അത് ബാബിലോണ്യ പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയും അല്ല ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദൈവം തന്നെ എഴുന്നേൽപ്പിച്ച് നിയമിച്ചാക്കിയ ദൈവഭക്തരായ ഇടയന്മാരെയാണ്. അത്തരം ദൈവിക അധികാരത്തോടുള്ള മത്സരത്തിന്റെ ആത്മാവിനെതിരെ നാം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒടുവിൽ എതിർ ക്രിസ്തു നേതൃത്വം നൽകുന്നത് ഇതിനാണ്. യേശു ഒടുവിൽ നശിപ്പിക്കുന്നതും ഇതിനെയാണ്. അധികാരത്തോടുള്ള മത്സരത്തെ ദൈവം വെറുക്കുന്നു എന്നാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ മത്സരത്തിന് എതിർ ക്രിസ്തു നേതൃത്വം നൽകിയ ശേഷം ഒടുവിൽ തീപ്പൊയ്കയിൽ വീഴ്ത്തപ്പെടുന്ന നാളിന് തൊട്ട് മുൻപുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മളിപ്പം വെളിപാട് പുസ്തകം 19 അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളാണ് നമ്മളിപ്പം കണ്ടേ. അതിന്റെ എക്സ്പ്ലനേഷന് സാക് വേറിന്റെ അന്തിമവിജയം എന്നുള്ള ആ പുസ്തകത്തിൽ നിന്ന്, ഫൈനൽ ട്രയംഫ് എന്നുള്ള പുസ്തകം, അത് ഈവൻ ഗൂഗിളിൽ തന്നെ, ഇന്റർനെറ്റിൽ തന്നെ അത് ഫ്രീലി അവൈലബിൾ ആണ്. ജീവമൊഴികൾ.org എന്നുള്ള വെബ്സൈറ്റിലോട്ട് പോയാൽ അതിന്റെ പുസ്തകങ്ങൾ എന്നുള്ള സെക്ഷനകത്ത് ഈ അന്തിമവിജയം പുസ്തകം അത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ നെറ്റിൽ തന്നെ വായിക്കാനോ ഉള്ള ഇതുണ്ട്. പിന്നെ അതിന്റെ ഇംഗ്ലീഷ് പുസ്തകം CFC ഇന്ത്യ, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഷോർട്ട് ഫോം CFCindia.com എന്നുള്ള ആ വെബ്സൈറ്റില് ബുക്ക് സെക്ഷനകത്ത് ഫൈനൽ ട്രയംഫ് എന്നുള്ള ബുക്ക് അതും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും ഇന്റർനെറ്റിൽ തന്നെ ഫ്രീ ആയിട്ട് വായിക്കാനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ 19 അധ്യായത്തിന്റെ 20ാമത്തെ വാക്യം നമ്മളിപ്പം 20-21 വാക്യങ്ങളെ മൃഗത്തെയും, അപ്പം രണ്ടുപേരെ ജീവനോടെ എങ്ങോട്ടാ ഇട്ടുകൊടുക്കുന്നതെന്നാ പറയുന്നേ, രണ്ടുപേരെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലേക്ക് ജീവനോട് തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. രണ്ടുപേര് ആരൊക്കെയാന്ന് ചോദിച്ചാൽ മൃഗം നമ്പർ 1 ആൻഡ് മൃഗം നമ്പർ 2. നമ്മൾ വെളിപാട് പുസ്തകം 13 അധ്യായത്തില് ഈ മൃഗം നമ്പർ 1ഉം മൃഗം നമ്പർ 2, ഈ യുവജനോത്സവത്തൊക്കെ ചെസ് നമ്പർ 1 ചെസ് നമ്പർ 2 എന്ന് പറയുന്നത് പോലെ 2 മൃഗങ്ങളാണ്. അത് 2 മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് ആനിമൽസ് ആണല്ല, മറിച്ച് അവര് മനുഷ്യന്റെ സംഖ്യയാണ് 666 എന്നൊക്കെ നമ്മൾ അവിടെ വെളിപാട് പുസ്തകം 13 അധ്യായത്തിന് അവസാനം വായിക്കുന്നുണ്ട്. ഒരു മനുഷ്യരാ എന്ന അവർക്ക് മൃഗത്തിന്റെ സ്വഭാവമായിരുന്നു, സാത്താന്റെ സ്വഭാവമാണ് അവർ വെളിപ്പെടുത്തിയത്. നമ്മള് അതുപോലുള്ളൊരു വാക്യം സഭാപ്രസംഗിയില് നമ്മൾ അന്ന് അന്തിമവിജയം പുസ്തകത്തിൽ നിന്ന് ആ പോർഷൻ വായിച്ചപ്പോൾ നമ്മൾ ആ കാര്യം നമ്മൾ കണ്ടായിരുന്നു. സഭാപ്രസംഗിയില് മനുഷ്യർക്ക് മൃഗങ്ങളുടെ സ്വഭാവം ഉണ്ടാകുന്ന കാര്യം നമ്മൾ വായിച്ചു. അതായത് മനുഷ്യൻ തന്റെ ആത്മാവിന്റെ പ്രേരണകളെ അനുസരിക്കാതെ അവൻ തന്റെ ജഡത്തിന്റെ പ്രേരണ പ്രകാരം പോകുമ്പോൾ അവന് മൃഗത്തിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. അതാ നമുക്കത് ഓർമ്മയുണ്ടോ എന്ന് നമ്മളത് കണ്ടായിരുന്നു. സഭാപ്രസംഗി 3 അധ്യായത്തിന്റെ 18ാമത്തെ വാക്യത്തിൽ പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യർ നിമിത്തമത്രേ ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രം എന്ന് അവർ കാണേണ്ടതിനും തന്നെ. അപ്പം ദൈവം ശോധന ചെയ്യുമ്പോൾ ചിലര് മൃഗങ്ങളുടെ സ്വഭാവം, അങ്ങനെ ദേഷ്യവും കോപവും അരിശവും മത്സരവും ആ ഒരു മൃഗങ്ങളുടെ സ്വഭാവം കാണിക്കുന്നു. പല വീടുകളിലെ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോടൊക്കെ മൃഗത്തിന്റെ സ്വഭാവം കാണിക്കുന്നു. കുഞ്ഞുങ്ങൾ അപ്പനമ്മമാരോട് മത്സരിക്കുമ്പോൾ ഒരു മൃഗത്തിന്റെ സ്വഭാവം കാണിക്കുന്നത്. അപ്പനമ്മമാര് ധാർഷ്ട്യത്തോടെ ദേഷ്യത്തോടെ ഉള്ള പെരുമാറ്റവും കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ, ഓഫീസുകളിലെ ബോസ്
കീഴ കീഴെയുള്ളവരോട്, കീഴെയുള്ളവർ ബോസിനോട്, അങ്ങനെയൊക്കെയുള്ള മൃഗത്തിന്റെ സ്വഭാവമൊക്കെ ഇന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ, പത്രമൊന്നും എടുത്ത് നോക്കിയാൽ തന്നെ ഈ മൃഗീയമായ സ്വഭാവം എന്ന് പറയുമ്പോൾ പലപ്പോഴും മൃഗങ്ങൾക്ക് മാനനഷ്ട കേസ് കൊടുക്കേണ്ട വരുന്ന തരത്തിലുള്ള സ്വഭാവങ്ങൾ, മൃഗങ്ങൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള വളരെ പൈശാചിക സ്വഭാവമാണ് പലപ്പോഴും മനുഷ്യനുള്ളത്. പലപ്പോഴും അല്ല, മനുഷ്യൻ അതാ യഥാർത്ഥത്തിൽ അവന്റെ ജഡത്തിൽ അതാ ഉള്ളത്. എന്നാൽ ദൈവം നമ്മളെ താങ്ങുന്നത് കൊണ്ടാണ് നമ്മളത് പുറപ്പെട്ടു വരാതെ. പലപ്പോഴും കൾച്ചർ കാരണം, സംസ്കാരം, അവര് വിദ്യാഭ്യാസമൊക്കെ കാരണം കുറെയൊക്കെ അവിശ്വാസികൾ ഇത് അടക്കി വെക്കുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ഈ മൃഗത്തിന്റെ സ്വഭാവം അവന്റെ ജഡത്തിൽ ഉണ്ടെങ്കിലും ആ ജഡത്തിൽ യാതൊരു നന്മയും ഇല്ലെന്ന പൗലോസ് അപ്പോസ്തലൻ തന്നെ റോമർ 7:18 പറയുന്നത്. എന്നാൽ ആ ജഡത്തിന്റെ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദിനംതോറും നമ്മൾ അതിനെ താഴ്ത്തി ഏൽപ്പിച്ച് മരിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ ആത്മാവിൽ നിന്നുള്ള സ്വഭാവം, യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ കൃപയും സത്യവും നിറഞ്ഞ സ്വഭാവം, ആ ഒരു സ്നേഹവും കാരുണ്യവും ഉണ്ട്. എന്നാൽ കാർക്കശ്യം വേണ്ടിടത്ത്, പാപത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെയൊക്കെ കാർക്കശ്യം വേണ്ടിടത്ത് കാർക്കശ്യത്തോടുള്ള സ്വഭാവമല്ല, അത് ജഡത്തിൽ നിന്നുള്ള കാർക്കശ്യമല്ല, ആത്മാവിൽ നിന്നുള്ള ഒരു കാർക്കശ്യത്തോടെ, ആത്മാവിൽ നിന്നുള്ള ഒരു കരുണയോടെ, സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു യേശുവിന്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. മറ്റത് മൃഗത്തിന്റെ ജഡികമായ സ്വഭാവം. അപ്പൊ അങ്ങനെ ആ മൃഗം നമ്പർ 1, മൃഗം നമ്പർ 2 കള്ളപ്രവാചകനെയും, അതായത് മൃഗം നമ്പർ 1 ആണ് ഇത് ക്രിസ്തു, മൃഗം നമ്പർ 2 ആണ് കള്ളപ്രവാചകൻ. ഇവര് രണ്ടുപേരും കൂടി ജീവനോടെ എങ്ങോട്ട് ഇട്ട് കളഞ്ഞു? ഈ തീപ്പൊയ്കയിലോട്ട് ഇട്ട് കളഞ്ഞു. ആ തീപ്പൊയ്കയെ പിന്നെ നരകത്തിലേക്ക് തള്ളിയിടുന്ന നമ്മൾ വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില്, വെളിപാട് 20-ന്റെ, അതായത് അടുത്ത അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ദ ഡെത്ത് ആൻഡ് ഹേഡീസ് വേ ത്രോൺ ഇൻ ടു ദ ലേക്ക് ഓഫ് ഫയർ എന്നുള്ളൊരു കാര്യം, ഈ നരകത്തെ തന്നെ തീപ്പൊയ്കയിലോട്ട് തള്ളിയിടുന്ന ഒരു കാര്യമാണ് നമ്മൾ മരണത്തെയും പാതാളത്തെയും എന്ന് പറഞ്ഞാൽ നരകത്തെയും തീപ്പൊയ്കയിലോട്ട് തള്ളിയിടുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ അതായത് നമ്മള് ഇപ്പം അതിപൂജ്യ പുസ്തകത്തിൽ വായിച്ചതുപോലെ രണ്ടുപേരെ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ഒന്ന് ഏലിയാവ്, രണ്ടാമത് ഹാനോക്കും ഏലിയാവും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മള് അതിന്റെ 5-ാം അധ്യായത്തില് ഹാനോക്കിനെ കുറിച്ച്, നമുക്ക് ആ വാക്യങ്ങളൊക്കെ എല്ലാവർക്കും പരിചിതമായിരിക്കും. ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു. എത്ര വലിയൊരു ദൈവമനുഷ്യൻ. നോഹയും ഹാനോക്കുമാണ് ദൈവത്തോടു കൂടി നടന്നതായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടുപേര്. അനേകര് കർത്താവിനോട് കൂടി നടന്നു, ദൈവത്തോടു കൂടി നടന്നു എന്ന് ദൈവം സ്പെസിഫിക് ആയിട്ട് അറ്റസ്റ്റ് ചെയ്ത് പറയുന്നത് ഹാനോക്കിന്റെ തന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആയിരുന്നു നോഹ എന്ന് നമ്മൾ കാണുന്നുണ്ട്. നോഹ ദൈവത്തോടു കൂടി നടന്നതായിട്ട് 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഹാനോക്ക് അതിനു മുമ്പേ നടന്നതായിട്ട് നമ്മളവിടെ ഉൽപ്പത്തി 5-ാം അധ്യായത്തില് അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഹാനോക്ക് 300 വർഷം ഹാനോക്കിന് 65-ാമത്തെ വയസ്സിലാണ് ഹാനോക്കിന് ഒരു പുത്രൻ ഉണ്ടാവുന്നത്, മെതുസല എന്നുള്ള വാക്കിന്റെ അർത്ഥം അവന്റെ മരണത്തിൽ പ്രളയം വരും. അറ്റ് ഹിസ് ഡെത്ത് വാട്ടേഴ്സ് വിൽ കം ഫോർത്ത്, അല്ലെങ്കിൽ മാൻ ഓഫ് ദ ജാവലിൻ, മാൻ ഓഫ് ദ സെൻഡിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളം വരുന്ന പ്രളയത്തെ കുറിക്കുന്ന ഒരു കാര്യം. അപ്പം ആ മെതുസല എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ മെതുസല മരിക്കുമ്പോഴാണ് പ്രളയം വരുന്നത്. മെതുസല മരിച്ച ആ ആണ്ടിലാണ് നോഹയുടെ പ്രളയം വരുന്നതായിട്ട് നമ്മൾ അവിടെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ഹാനോക്കിന് ദൈവം ഒരു വെളിപാട് കൊടുത്തു. ദൈവത്തിന് ന്യായവിധി വരാൻ പോവാണ് ഈ കുഞ്ഞ് മരിക്കുമ്പോൾ. ഈ കുഞ്ഞിനിപ്പം എത്ര നാള് ജീവിച്ചിരിക്കും എന്നുള്ള കാര്യം ഹാനോക്കിന് അറിയത്തില്ലായിരുന്നു. എന്നാൽ ലോക ചരിത്രത്തിലെ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അധികം ജീവിച്ചിരുന്ന മനുഷ്യൻ ആരാന്ന് വെച്ചാൽ ഈ മെതുസലയാണ്. ബൈബിൾ ക്വസ്റ്റ്യനുള്ള പിള്ളേരൊക്കെ പറയും. അത് എന്താ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ദൈവം അത്രമാത്രം മനുഷ്യനോട് കരുണയോടും ദീർഘക്ഷമയോടും ആയിരുന്നു എന്നുള്ളത് അത് കാണിക്കുന്നത്. മെതുസലയുടെ മരണത്തിലാണ് പ്രളയം വരുന്നത്. അപ്പം മെതുസലയെ ദൈവം അത്രത്തോളം ആയുസ് കൊടുത്തു, ഏറ്റവും അധികം ആയുസ്, ആദാമിനെക്കാട്ടിലും കൂടുതൽ ആയുസ്. അതായത് നമ്മള് ആ ഉൽപ്പത്തി 5-ന്റെ 27 നമ്മൾ വായിക്കുന്നുണ്ട്, മെതുസലയുടെ ആയുഷ്കാലം ആകെ 969 969 ഇയേഴ്സ് അവൻ ജീവിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോ ഈ ന്യായവിധിയെക്കുറിച്ച്, ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു സൂചന, ഒരു വെളിപ്പാട് ഹാനോക്കിന് കിട്ടിയപ്പോൾ മുതലാണ് തന്നെ 65-ാമത്തെ വയസ്സിലായി മോൻ ഉണ്ടാവുന്നേ. അപ്പോഴാ അവന് യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയഭക്തി ബഹുമാനത്തോടെ കാണാനും തന്റെ ജീവിതത്തിൽ വലിയൊരു മനസാന്തരം ഉണ്ടാകാനും ഹാനോക്ക് അങ്ങനെ ദൈവത്തോടു കൂടി നടക്കാൻ തുടങ്ങി. അങ്ങനെ 65-ാമത്തെ വയസ്സ് മുതൽ വീണ്ടും ഒരു 300 വർഷം കൂടെ
താന് ദൈവത്തോടുകൂടി നടന്നു. അതാ 22-ാമത്തെ വാക്യം. ഉൽപ്പത്തി 5:22 മെതുസലേമിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടി നടക്കുകയും പുത്രന്മാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ദൈവത്തോടുകൂടി നടക്കുമ്പോൾ ദൈവത്തോടുകൂടി നടക്കുമ്പോൾ ഈ വിവാഹമൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെയാ ഇന്ന് ചില പൈശാചിക ഉപദേശങ്ങൾ. ഞാൻ പറയുന്നതല്ല, പിശാചിന്റെ ഉപദേശമാണ് കല്യാണം ഫോർബിഡ് ചെയ്യുന്ന ഉപദേശം. അത് 2 തിമോഥെയോസ് 4-ാം അധ്യായത്തില് ഇന്ന് ചില സഭകൾ നമുക്കറിയാം. വിശുദ്ധിക്കായിട്ട് നിങ്ങൾ എന്താ പുരോഹിതന്മാര് അല്ലെങ്കിൽ വചനം ശുശ്രൂഷിക്കുന്ന ഒരു വിവാഹം കഴിക്കരുത്, വിവാഹത്തെ വിലക്കുന്ന അത് പിശാചിന്റെ ഉപദേശം, ഭൂതാത്മാക്കളുടെ ഉപദേശം, ഡോക്ടർ ഓഫ് ഡീമൺസ് എന്നാണ് 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നുകൊണ്ട് പുത്രന്മാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അവനൊരു ഫാമിലി മാൻ ആയിരുന്നു, അവനൊരു കുടുംബസ്ഥനായിരുന്നു. എന്ന തന്റെ ഭാര്യയോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതം അവന് ദൈവത്തോടുള്ള നടപ്പിന് തടസ്സമായില്ല എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അതാ 24-ാമത്തെ വാക്യത്തിൽ അത് കഴിഞ്ഞിട്ട് അതിന്റെ 22 അത് കണ്ടിട്ട് ഹാനോക്കിന് ആയുഷ്കാലം ആകെ 365 സംവത്സരം. 65 വയസ്സായപ്പോഴേ മെതുസല ഉണ്ടായി. പിന്നെ 300 വർഷം കൂടി ദൈവത്തോടുകൂടി നടന്നു. ദൈവത്തോടുകൂടി അത്രമാത്രം അടുത്തൊരു സ്നേഹബന്ധം ഹാനോക്കിനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കുറെ കഴിയുമ്പോൾ ദൈവത്തോടുകൂടി ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. നമ്മൾ കാവ്യാത്മകമായിട്ട് പറയുമ്പോൾ കുറെ കഴിയുമ്പോൾ ദൈവം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് അങ്ങ് സ്വർഗത്തിലോട്ട് പോവാം. ഇനിയിപ്പം നീ ഇവിടെ ഭൂമിയിൽ എന്റെ കൂടെ നടക്കണേ, ഇനി സ്വർഗത്തിലേക്ക് എന്റെ കൂടെ നടക്കാത്ത നമ്മളവിടെ വായിക്കുന്നേ 24-ാമത്തെ വാക്യത്തില് ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇനോക്ക് വാക്ക്ഡ് വിത്ത് ഗോഡ് ആൻഡ് ഹി വാസ് നോട്ട്. അവനെ കാണാതെയായി. ഹി വാസ് നോട്ട് നോ ലോങ്ങർ there. ഓ ഗോഡ് ടുക്ക് ഹിം. ദൈവം തന്നെ അവനെ ഇങ്ങ് എടുത്തു. അത്രമാത്രം ദൈവത്തെ അവൻ പ്രസാദിപ്പിച്ചു എന്നൊക്കെ എബ്രായർ 11-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ, അതിന്റെ 5-6 വാക്യങ്ങളിലൊക്കെ ഇനോക്ക് പ്ലീസ്ഡ് ഗോഡ് എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഇനോക്കിനെ കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇനോക്കിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആയിട്ടുള്ള നോഹ. പിന്നീട് ഇനോക്കിന്റെ കാലം കഴിഞ്ഞിട്ട് ആണ് മെതുസല കഴിഞ്ഞിട്ട് ലാമേക്ക്, അത് കഴിഞ്ഞിട്ട് ലാമേക്ക് കഴിഞ്ഞിട്ടാണ് നോഹ വരുന്നത്. അപ്പം നോഹ തന്റെ ഇനോക്കിന്റെ നമ്മൾ ആ സംവത്സരങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇനോക്ക് ആദാം മരിക്കുന്നതിന് മുമ്പേ ഇനോക്ക് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കാണാൻ പറ്റും. നമ്മള് ആദാമിന്റെ 930 വർഷമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വചനത്തിൽ നമ്മൾ ഈ പോർഷനൊക്കെ ഇതിനു മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുക, നമ്മൾ ഈ വലിയ കണക്കിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും പെട്ടെന്ന് മറന്നു പോകുന്ന ആൾക്കാര്. അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അത് നമ്മുടെ അന്തിമവിജയം പുസ്തകത്തിൽ തന്നെ അതിന്റെ ഒരു പോർഷനിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഇനോക്കിന്റെയും നോഹയുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അപ്പം ഇനോക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആദാവും ഉണ്ടായിരുന്നു. അപ്പോ ആദാം ദൈവത്തോടു കൂടി പാപത്തിന് മുമ്പേ നടന്ന കാര്യമൊക്കെ ഇനോക്ക് ചോദിച്ചറിഞ്ഞ് ഇനോക്ക് അതുപോലെ ദൈവത്തോടു കൂടി നടക്കാൻ തുടങ്ങി. നോഹയും ഇതെല്ലാം കേട്ട് ഈ തന്നെ മുതുമുത്തച്ഛന്റെ, അതായത് നോഹയുടെ അപ്പനായ ലാമേക്കിന്റെ അപ്പനായ മെതുസലയുടെ അപ്പനായിരുന്നു ഈനോക്ക്. അപ്പൊ ഈനോക്ക് തന്റെ മുതുമുത്തച്ഛൻ ദൈവത്തോടു കൂടി നടന്ന ആ കാര്യങ്ങളൊക്കെ കേട്ട് നോഹയും അതുപോലെ ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തോടു കൂടി നടന്ന ഒരു മനുഷ്യനായി തീർന്നു. അങ്ങനെയാണ് നോഹയെ കർത്താവിന് ആ പെട്ടകം പണിയാനൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചതെന്നൊക്കെ നമ്മൾ ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ നമ്മൾ തുടർന്ന് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഹാനോക്ക് ജീവനോടെ എടുക്കപ്പെട്ടതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. പിന്നെ നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകത്തില് ഏലിയാവും അതുപോലെ എടുക്കപ്പെട്ടതായിട്ട് നമ്മളവിടെ കാണുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം, അവിടെ എലീഷ നോക്കി നിൽക്കെ താന് എടുക്കപ്പെടുന്നതായിട്ട് നമ്മൾ 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ നമ്മളിവിടെ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളൊക്കെ എലീഷയോട് എലിയാവ് പറയുന്ന കാര്യങ്ങളും എലീഷ അവസാനം വരെയും തന്റെ യജമാനൻ എടുക്കപ്പെടുന്നിടം വരെയും ഇവിടെ തന്നെ തങ്ങിക്കോ എന്നൊക്കെ എലിയാവ് പറയുന്നുണ്ടെങ്കിൽ പോലും തന്റെ ആത്മീയ അനുഭവങ്ങളിലൊന്നും തൃപ്തനാകാതെ തനിക്ക് ഒരു ഇരട്ടി അഭിഷേകം വേണം എന്നുള്ള വലിയൊരു ദൈവത്തിനോടുള്ള ഒരു ദാഹമുള്ള മനുഷ്യനായിരുന്നു എലീഷ. അപ്പൊ അങ്ങനെ നമ്മളതിന്റെ 11-ാമത്തെ വാക്യത്തിൽ 2 രാജാക്കന്മാർ 2:11 അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും, അതായത് ഹോഴ്സസ് ഓഫ് ഫയർ, അഗ്നിയാലുള്ള അശ്വങ്ങൾ എന്ന് പറയുന്ന കുതിരകളും വന്ന്
അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. അപ്പൊ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ആരൊക്കെ നമ്മൾ വായിച്ചേ? ഹാനോക്കും ഏലിയാവും. അപ്പൊ അങ്ങനെ രണ്ടുപേര് സ്വർഗത്തിലേക്ക് രണ്ടുപേര് ജീവനോടെ എടുക്കപ്പെട്ടെങ്കിൽ രണ്ടുപേര് ഇവിടെ ജീവനോടെ തീപ്പൊയ്കയിലോട്ട് ഇട്ട് കളഞ്ഞ കാര്യമാണ് നമ്മളിപ്പം ഉൽപ്പത്തി പോയിട്ട് ഇവിടെ ഏറ്റവും അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ അവിടെ നമ്മൾ വായിക്കുന്നത് മൃഗത്തെയും പിന്നെ മൃഗത്തിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ ഈ മൃഗം അത് എതിർക്രിസ്തു ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ അവിടെ വെളിപാട് 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 2 Thessalonians 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അധർമ്മമൂർത്തി ഒത്തിരി വഞ്ചനയോടും വ്യാജത്തോടും വഞ്ചനയോടും സകല അടയാളങ്ങളോടും വിത്ത് ഓൾ സയൻസ് ആൻഡ് വണ്ടേഴ്സ് അങ്ങനെ ആൾക്കാരെയൊക്കെ വഞ്ചിക്കുന്നു. ഇന്നും എതിർക്രിസ്തുവിന്റെ ആത്മാവിലുള്ള ഒത്തിരി ക്രിസ്തു എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. ക്രിസ്തീയ വേലക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് പിന്നാലെ അവരുടെ സ്വന്തം ബിസിനസ് സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി മഠയന്മാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട്, മഠയന്മാരായ ആൾക്കാരെ ഞാൻ പറയുന്നത് ആത്മീയമായിട്ട് മഠയന്മാരെ വലിയ PhD വലിയ പഠിപ്പമൊക്കെ കാണും എന്ന ആത്മീയമായിട്ട് മഠയന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇതുപോലെയുള്ള കള്ള അപ്പോസ്തലന്മാർക്കും കള്ള പ്രവാചകന്മാർക്കും എല്ലാം പൈസ കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യാജ സുവിശേഷകന്മാരും അങ്ങനെയൊക്കെയുള്ള എതിർക്രിസ്തുവിന്റെ ആത്മാവ് തങ്ങളെ തന്നെ ഉയർത്തുന്ന വേറൊരു യേശുവിനെ, വേറൊരു സുവിശേഷത്തെ, വേറൊരു ആത്മാവിനെ പ്രഘോഷിക്കുന്നവരെന്നൊക്കെ 2 Corinthians 11-ന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ബൈബിളിൽ കാണുന്ന യേശു അല്ല, ബൈബിളിൽ കാണുന്ന സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് ദൈവഷ്ടം ചെയ്യാനായിട്ട് ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാൻ പറഞ്ഞ യേശു അല്ല, വേറൊരു യേശു. പ്രോസ്പെറിറ്റി ഗോസ്പൽ, നിങ്ങൾക്ക് അത് തരും ഇത് തരും, ലോകത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഒരു വലിയ ബിസിനസ് ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്ന ഒരു യേശു, വേറൊരു യേശു. പ്രോസ്പെറിറ്റി ഗോസ്പൽ, ഹെൽത്ത് ആൻഡ് വെൽത്ത് പ്രോസ്പെറിറ്റി ഗോസ്പലിന്റെ ഒരു വ്യാജ യേശു. അങ്ങനെ ഒരു വ്യാജ യേശുവിനെയും വ്യാജ ആത്മാവ് കുറെ കിടന്ന് ബഹളം വെച്ച് തുള്ളിച്ചാടി ഉറഞ്ഞു തുള്ളി അതൊക്കെ പരിശുദ്ധാത്മാവാണെന്ന് പറയുന്ന ബഹളത്തിന്റെ നോയ്സി സ്പിരിറ്റ് എന്നുള്ളൊരു വേറൊരു ആത്മാവ്, പിന്നെ വേറൊരു സുവിശേഷം. ഈ പറയുന്ന ഈ പ്രോസ്പെറിറ്റി ഗോസ്പല്, മാൻ സെന്റേർഡ് ഗോസ്പല്, യഥാർത്ഥത്തിലുള്ള പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് സമർപ്പിക്കുവാൻ പറയുന്ന യഥാർത്ഥ സുവിശേഷമല്ല, മറിച്ച് ഒരു വ്യാജ സുവിശേഷം. നിങ്ങൾക്ക് പണം വേണോ, നിങ്ങൾക്ക് 10 ഇരട്ടിയായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആക്കണോ, നിങ്ങളുടെ പേഴ്സിനകത്ത് 1.5 കോടി വരും, പിന്നെന്താ ഞങ്ങളുടെ ആലയം പണിയാൻ വേണ്ടി 8 കോടി തരണം, ഇങ്ങനെയൊക്കെ പറയുന്ന വ്യാജ സുവിശേഷകരും കള്ള അപ്പോസ്തലന്മാരും അങ്ങനെയൊക്കെയുള്ള കള്ള വ്യാജമായിട്ടുള്ള ഗോസ്പലും അങ്ങനെയൊക്കെയുള്ള ഫോൾസ് ഗോസ്പലും കാര്യങ്ങളും ഒക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാ എതിർക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ എതിർക്രിസ്തു ഒത്തിരി സയൻസ് ആൻഡ് വണ്ടേഴ്സോടുകൂടി ആയിരിക്കും വരുന്നത്. അതാ നമ്മളിവിടെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത് അടയാളങ്ങളാല് മനുഷ്യരെ ചതിച്ച് ഹി ഡിസീവ്സ്. മൃഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, the false prophet who performed the signs in his presence by which he deceived those who received the mark of the beast. ഈ മൃഗത്തിന് മുദ്ര ഏൽക്കുകയൊക്കെ ചെയ്ത് പ്രതിമയെ നമസ്കരിക്കുകയൊക്കെ ചെയ്ത കള്ളപ്രവാചകൻ, അവന് ഈ ലോകത്തെ എല്ലാം ചതിച്ചു. നമ്മൾ ആ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ തന്നെ അവന് സകല ലോകത്തെ വസിക്കുന്നവരെയൊക്കെ ഹി ഡിസീവ്സ് ദോസ് ഹു ഡ്വെൽ ഓൺ ദ എർത്ത്. ഈ ഭൂമിയിൽ തന്നെ നമ്മളുടെ വാസം ഭൂമിയിൽ തന്നെ ആണെങ്കിൽ നമ്മൾ ചതിക്കപ്പെടും. എന്നാൽ നമ്മൾ ഈ ഭൂമിയെ വസിക്കുമ്പോൾ തന്നെ സ്വർഗീയവാസികളായിട്ട് ഹെവൻ ഡ്വെല്ലേഴ്സ് ആണെങ്കിൽ നമ്മളുടെ ഉയരത്തിലുള്ളത് ചിന്തിക്കുവിൻ, നിങ്ങളുടെ മനസ്സ് ഉയരത്തിലേക്ക് ഉറപ്പിക്കുവിൻ എന്നൊക്കെയാ നമ്മള് കൊളോസ്യർ 3-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഭൂമിയിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ എങ്ങനെ കൂടുതൽ പണം, കൂടുതൽ മനുഷ്യമാനം, കൂടുതൽ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ ജഡിക സുഖങ്ങൾ, ഈ ലോകത്തിന്റെ കാര്യത്തിനായിട്ടുള്ള ആ ഒരു നെട്ടോട്ടം ഉള്ളവർ ഈ ഭൂവാസികളെയൊക്കെ ആര് ചതിക്കും? ഈ കള്ളപ്രവാചകനും എതിർക്രിസ്തു ചേർത്ത് ചതിക്കുന്നു. അതിന്റെ വെളിപാട് 13-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിക്കുവാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും, അതായത് വഞ്ചിക്കുകയും ഡിസീവ് ചെയ്യുകയും, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ, ഈ മൃഗത്തിന് എതിർക്രിസ്തുവിന് പ്രതിമ ഉണ്ടാക്കാൻ ഭൂവാസികളോടൊക്കെ പറയുകയൊക്കെ ചെയ്ത് എതിർക്രിസ്തുവിനെ നമസ്കരിപ്പിക്കുന്ന ഈ കള്ളപ്രവാചകൻ, അതായത് സാത്താന്റെ തൃത്വം നമ്മൾ അവിടെ കണ്ടു. സാത്താന്റെ തൃത്വം എന്താ? സാത്താനും എതിർക്രിസ്തുവും കള്ളപ്രവാചകനും എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ തൃത്വത്തെ അനുകരിക്കുന്ന, ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സാത്താൻ. ഇന്ന് ദൈവത്തിലെ തൃത്വം ഇല്ലെന്നൊക്കെ പറഞ്ഞ് യേശുനാമക്കാരെന്ന് പറയുന്ന സഹോദരന്മാര് പറയുന്നുണ്ട്. എന്നാൽ സാത്താന് അവരെക്കാട്ടി നന്നായിട്ട് വചനം അറിയാവുന്നതുകൊണ്ട് സാത്താൻ അറിയാം യഥാർത്ഥ തൃത്വം ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് അവൻ ഈ ത്രിയേക ദൈവത്തെ
പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവന്റെ പിതൃത്വം ഉണ്ടാക്കുന്ന ഒരു രംഗമാണ് നമ്മൾ വെളിപാട് 13 അധ്യായത്തിലൊക്കെ നമ്മൾ അന്തിമോചന പുസ്തകത്തിലൊക്കെ ആ കാര്യങ്ങൾ വായിച്ചു. സാത്താന്റെ തൃത്വം എന്ന് പറഞ്ഞാൽ സാത്താൻ, അതായത് മഹാസർപ്പൻ ഡ്രാഗൺ, സാത്താന് അതായത് പിതാവാൻ ദൈവത്തിന് പകരമായിട്ട് സാത്താന്റെ ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നത്. പുത്രനാം ദൈവമായിട്ടുള്ള യേശുവിന് പകരമായിട്ട് എതിർ ക്രിസ്തു, ക്രിസ്തുവിന് പകരമായിട്ട് എതിർ ക്രിസ്തു. പരിശുദ്ധാത്മാവ് യേശുവിനെ ആരാധിക്കുവാൻ എങ്ങനെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു, അതുപോലെ ഈ കള്ളപ്രവാചകന് എതിർ ക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് ലോകത്തെ വഞ്ചിക്കുന്ന കാര്യം ഇപ്പൊ നമ്മൾ വെളിപാട് 13-14 വാക്യത്തിൽ വായിച്ച ആ കാര്യം തന്നെ നമ്മളിപ്പോ ഇവിടെ 19 അധ്യായത്തിന് 20 വാക്യത്തിൽ ഇവരുടെ അവസാനം ഇവർ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം എങ്ങനെ പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. അതായത് C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ തത്വചിന്തകൻ ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ ഫിലോസഫർ. ഹിസ് ഫിലോസഫർ എമംഗ് ദി ക്രിസ്ത്യൻസ് ആൻഡ് ക്രിസ്ത്യൻ എമംഗ് ദി ഫിലോസഫേഴ്സ് എന്നൊക്കെ ചരിത്രകാരന്മാർ പറയാറുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, ഈ അടുത്ത് ശ്രീല ഇങ്ങനെ ഒത്തിരി കോട്ട്സ് ഒക്കെ ഓരോരുത്തടുത്ത് നോക്കിയിടുന്നതാണ്. ആയതുകൊണ്ട് ശ്രീല പറയുന്നത് C.S. ലൂയിസ് ഇങ്ങനെ പറഞ്ഞു, ചരിത്രകാരന്മാര് തീരുമാനിക്കുക, അവരിങ്ങനെ നെട്ടോട്ട് പോവുകയാണ് യേശുവിനെ ചരിത്രത്തിൽ ഏത് സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് യേശു കർത്താവ് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു ഈ ചരിത്രകാരന്മാർക്ക് എവിടെ നിത്യതയിൽ സ്ഥാനമുള്ളത് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞതുപോലെ ചരിത്രകാരന്മാർ യേശുവിന് ഏത് സ്ഥാനം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവര് വലിയ വായില് ചിന്തിക്കുക, അവരുടെ വലിയ കുഞ്ഞു ബുദ്ധിയിൽ, ഒന്നാം ബുദ്ധിയിൽ ചിന്തിക്കുമ്പം ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ കർത്താവായിട്ടുള്ള യേശു കർത്താവ് ഈ ചരിത്രകാരന്മാർക്ക് നിത്യതയിൽ എന്തോ സ്ഥാനം എന്നുള്ള കാര്യമൊക്കെ കർത്താവ് ഓൾറെഡി എല്ലാം മുൻകണ്ട് എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞ കാര്യമാണെന്നുള്ള കാര്യം C.S. ലൂയിസ് പറഞ്ഞതുപോലെ. അപ്പം ഇവിടെ ഈ മൃഗത്തിന്റെയും കള്ളപ്രവാചകനെയൊക്കെ എങ്ങോട്ടാ ഈ എതിർക്രിസ്തു അതുപോലെ ദൈവസഭയെ മഹോപദ്രവം ഗ്രേറ്റ് ട്രിബുലേഷനിലൂടെ കടത്തിവിടുമ്പം അതുപോലെ ദൈവമക്കളെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു എതിർക്രിസ്തു ഇന്ന് നമ്മള് യഥാർത്ഥത്തിലുള്ള ദൈവമക്കള് ലോകത്ത് കഷ്ടം അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. UP-യിലൊക്കെ ഒരു മലയാളി ദമ്പതിമാര് ഇവര് കർത്താവിന് വേണ്ടി അവര് ജയിലിലടയ്ക്കപ്പെട്ടതായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടു. അപ്പൊ അങ്ങനെ ദൈവമക്കളെ ഉപദ്രവിക്കുകയും അതുപോലെ സഭയെ മഹോപദ്രവത്തിലൂടെയൊക്കെ കടത്തിവിടുന്ന ഈ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിലൂടെ ജീവനോട് തള്ളിക്കളഞ്ഞു. അത് നമ്മൾ വായിക്കുന്നത്. മൃഗത്തെയും അതിന്റെ മുമ്പാകെ, അതായത് മൃഗത്തിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാല് മനുഷ്യരെ ചതിച്ച് മൃഗത്തിന് മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുക. അതായത് ഈ മൃഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഈ കള്ളപ്രവാചകന്റെ വിശേഷണമാണ് പറഞ്ഞിരിക്കുന്നത്. മൃഗത്തിന്റെ മുമ്പാകെ ഈ കള്ളപ്രവചനം പല അടയാളങ്ങൾ ചെയ്യുന്നു. മൃഗം തന്നെ പല അടയാളങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ 2 Thessalonians 2 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. സകല അധികാരങ്ങളോടും അധികാരങ്ങളല്ല അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി അവൻ വരുന്നേന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആ വാക്യം ഞാൻ പെട്ടെന്ന് എടുത്ത് വായിക്കുക. 2 Thessalonians 2 അധ്യായത്തില് അതിന്റെ 9ാമത്തെ വാക്യം, അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും അവൻ വരുന്നേ, വിത്ത് ഓൾ പവർ ആൻഡ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. വ്യാജമായ 9ാമത്തെ വാക്യം, അതായത് 2 Thessalonians 2 അധ്യായത്തിന് 9ാമത്തെ വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും, ദൈവശക്തി പോലൊക്കെ തോന്നിക്കുന്ന വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അനീതിയുടെ സകല വഞ്ചനയാണ്, ഓൾ ഡിസെപ്ഷൻ ആയിരിക്കും. എല്ലാ വലിയ അധികാരങ്ങളും അത്ഭുതങ്ങൾ, ഇന്നും അത്ഭുതങ്ങളുടെ അധികാരത്തിന്റെയൊക്കെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയൊക്കെ പുറകെ പോകുന്ന ക്രിസ്തീയ എന്ന് പറയുന്ന ലോകമുണ്ട്. അപ്പൊ എപ്പോ അവര് തെറ്റിപ്പോയെന്ന് ചോദിച്ചാൽ മതി. ഓ, അവിടെ അത്ഭുതമുണ്ട്, ഇവിടെ വിടുതലുണ്ട്, ഇവിടെ ശാപം മുറിക്കൽ ശുശ്രൂഷയുണ്ട്, ഇവിടെ തീ ഇറങ്ങും, അവിടെ അഭിഷേകം ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഈ പാസ്റ്റർമാരെന്ന് പറയുന്നവരുടെ പിന്നാലെ അന്ധമായിട്ട് വചനമൊന്നും വായിക്കാതെ നെട്ടോട്ട് ഓടുന്നവര് അവസാനം ഈ എതിർ ക്രിസ്തുവും വന്ന് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമ്പം അവരുടെ ഇവരുടെ പിന്നാലെ പോയിക്കോളും. അങ്ങനെ സത്യത്തെ സ്നേഹിക്കാതെ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ, അതായത് 10ാമത്തെ വാക്യം, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ, യഥാർത്ഥത്തിൽ ദൈവവചനമാകുന്ന കർത്താവാകുന്ന ആ സത്യത്തെ സ്നേഹിച്ച് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം കാണിച്ചു കൊടുക്കുന്ന സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ അങ്ങനെ തന്നെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടത് ദൈവം അവർക്ക് ഭോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന് വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം തന്നെ വ്യാജത്തിന്റെ വ്യാപാര ശക്തി ഇതുപോലെ വഞ്ചിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിക്കാത്തവർക്ക് അയച്ചു കൊടുക്കുന്നതായിട്ടൊക്കെ ഉള്ള ഒരു ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ 2 Thessalonians 2 അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിലൊക്കെ 9, 10, 11 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അപ്പൊ ഇതെല്ലാം വഞ്ചിച്ച മൃഗത്തെയും ഈ കള്ളപ്രവാചകനെയും എന്ത് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് 20ാമത്തെ വാക്യത്തില്
താൻ ചെയ്ത അടയാളങ്ങളെ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന് മുദ്ര ഏൽപ്പിക്കുകയും ചെയ്യുവാണ്. അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കിട്ടി. വെറുതെ ഒന്നുമല്ല, പിടിച്ചു കിട്ടി. അതാ നമ്മൾ വായിക്കുന്നത്. ദ ബീസ്റ്റ് വാസ് സീസ്ഡ് ആൻഡ് വിത്ത് ഹിം ദ ഫോൾസ് പ്രോഫിറ്റ്സ്. ഹന്നാവിന്റെ അടുക്കലേക്ക് യേശുവിനെ പിടിച്ചു കെട്ടി കൊണ്ടുചെന്നതായിട്ട് നമ്മളവിടെ യോഹന്നാൻ 18-ാം അധ്യായത്തിൽ വായിക്കുന്നത്. പിന്നീട് ഹന്നാവിന്റെ അടുത്തുനിന്ന് കയ്യഫാവിന്റെ അടുക്കലേക്ക് കർത്താവ് കെട്ടപ്പെട്ടവനായിട്ട് കർത്താവിനെ അയച്ചു. കർത്താവ് ഒരു പാപവും ചെയ്യാത്ത കർത്താവ് നമുക്ക് വേണ്ടി പിടിച്ചു കെട്ടപ്പെട്ടവനായിട്ട് കർത്താവ് ബന്ധിക്കപ്പെടാനായിട്ട് തന്നെ അതിനെ ഏൽപ്പിച്ചു കൊടുത്തു, നമ്മളെ വിടുവിക്കാനായിട്ട്. എന്നാൽ അവസാനം ഈ കള്ളപ്രവാചകനെയും മൃഗത്തെയൊക്കെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന ബ്രിംസ്റ്റോൺ കത്തുന്ന, അത് ആക്ഷരികമായിട്ടുള്ള ഗന്ധകമായിരിക്കത്തില്ല, എന്നാൽ അതിനെക്കാട്ടി ഭയാനകമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ ഒരു ആലങ്കാരിക ഭാഷയാണ്. ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലെ ജീവനോടെ തള്ളിക്കളഞ്ഞതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട്, ബാക്കിയുള്ളവര് കുതിരപ്പുറത്തിരിക്കുന്നവൻ ആരാ? യേശു കർത്താവ്. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളാകുന്ന വചനം കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന സകല പക്ഷികൾക്കും തൃപ്തി വന്നു. അവരുടെ മാംസം തിന്നാൻ വേണ്ടിയാ ദൈവത്തിന്റെ മഹാ അത്താഴത്തിലേക്ക് പക്ഷികളെയൊക്കെ വിളിക്കുന്ന കാര്യം നമ്മൾ വായിച്ച്. നമ്മളിപ്പം അന്തിമവിജയം പുസ്തകത്തിൽ നമ്മള് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കണ്ടു. അതായത് ഈ ദൈവത്തിന്റെ ന്യായവിധി ഈ മൃഗത്തിനും കള്ളപ്രവാചകനും വരുന്നു എന്ന് പറയുമ്പോൾ അത് അവര് ദൈവത്തിന്റെ അധികാരത്തിനെതിരായിട്ട് നിന്നവരായിരുന്നു ഈ മൃഗവും, അതായത് എതിർക്രിസ്തുവും കള്ളപ്രവാചകനും. നമ്മള് ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിനെതിരായിട്ട് നിന്ന സംഖ്യാപുസ്തകത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലെ കോരാഹ്, ദാതാൻ, അബീരോ എന്നുള്ള, ഞാൻ ആ വചനത്തിന്റെ പോർഷനിലോട്ട് ഇന്ന് നമുക്ക് പോകാൻ സമയമില്ല, അടുത്ത ആഴ്ച നമുക്ക് ആ പോർഷനിലോട്ട് നമുക്ക് പോകാം. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അവിടെ, അല്ലെങ്കിൽ ഞാൻ ഈ പോർഷൻ കൂടെ അല്ലേ ഉള്ളൂ, അപ്പൊ ഞാൻ പെട്ടെന്ന് അതങ്ങ് ആ പോർഷൻ അങ്ങ് തീർത്തേക്കാം. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മള് കോരഹിന്റെ റിബല്യൻ മത്സരത്തെ കുറിച്ച് വായിക്കുന്നത്. ദൈവം അവരുടെ മേൽ ആക്കിയ ആത്മീയ അധികാരമായിട്ടുള്ള മോശയ്ക്കെതിരായിട്ട് ഇവര് പിറുപിറുക്കുന്നതും മത്സരിക്കുന്നതുമായിട്ടുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതായത് അതിനകത്ത് തന്നെ സഗ്ബർ നമ്മളിപ്പോ എഴുതി വായിച്ചതുപോലെ ബാബിലോണിയൻ പുരോഹിതന്മാരെയും പാസ്റ്റർമാർക്കെതിരെ മത്സരിക്കുന്ന കാര്യമല്ല, എന്നാൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ബാബിലോണിയൻ പുരോഹിതന്മാരെയും പാസ്റ്റർമാർക്കെതിരെയും നമ്മൾ അങ്ങനെയുള്ള അവരായിരിക്കുന്ന സഭയിലുള്ളവരോട് നമ്മൾ അവർക്കെതിരെ അധികാരത്തിനെതിരെ മത്സരിക്കാൻ പറയത്തില്ല, മറിച്ച് ആ സഭയിൽ നിന്നങ്ങ് മാറി വന്ന് ദൈവം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന സഭയിലോട്ട് അങ്ങ് വന്നു ചേരുക എന്ന, നമ്മൾ അങ്ങനെയുള്ള ഇപ്പം ചിലര് ചോദിക്കും, ഇന്ന് ഞങ്ങളുടെ ആയിരിക്കുന്ന സഭയിൽ ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ പഠിപ്പീലുകളാണ്, ഞങ്ങൾ അതിനെ തിരുത്താൻ പോകണോ, ഞങ്ങൾക്ക് പാസ്റ്ററിനെതിരെ സംസാരിക്കാൻ പോകണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മള് സൗകര്യങ്ങളൊക്കെ സാങ്ക്ബർഗ് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരു സഭയിലായിരിക്കുമ്പോൾ അതിന്റെ അധികാരത്തിനെതിരെ നമ്മൾ മത്സരിച്ച് അവിടെ കലഹം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. നമുക്കതിനോട് യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ വൈറ്റായിട്ട് അതിൽ നിന്ന് വെളിയിൽ വരിക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ദൈവം ഇവിടെയാണോ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കൂട്ടത്തോട് ചേർന്ന് വരിക. അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ അവിടെ നിങ്ങളുടെ സ്ഥലത്ത് കാണുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള സൗകര്യങ്ങളുമായിട്ടുള്ള കോൺടാക്ട് ലഭിക്കാൻ വേണ്ടി എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്ന് ഈ മത്സരം, ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിനെതിരെയുള്ള മത്സരം, നമ്മളത് സംഖ്യാപുസ്തകം 16-ാം അധ്യായം വായിക്കുവാണെങ്കിൽ ആ മത്സരത്തെ കുറിച്ച് നമ്മളവിടെ കോരഹിന്റെ മത്സരം എന്ന് അതിന്റെ ഹെഡിങ് തന്നെ നമ്മളവിടെ കാണുന്നത്. അതിന്റെ അവരുടെ ന്യായവിധിയെ കുറിച്ചാണ് അതിന്റെ 31 മുതൽ നമ്മൾ വായിക്കുന്നത്. എന്താ വായിക്കുന്നത്? അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. അവർ നിൽക്കുന്നിടത്തു നിന്ന് ഭൂമി രണ്ടായിട്ട് അങ്ങ് പിളരുക. ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും, എന്നുവെച്ചാൽ കുടുംബങ്ങളെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ കുടുംബങ്ങളെയും മത്സരത്തിൽ അവരുടെ കൂട്ടു നിന്നു എന്നുള്ളതാണ്. ഇന്ന് കോരഹ് പുത്രന്മാരെ വിട്ടുനിന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കോരഹ് പുത്രന്മാരോ ആ കോരഹ് പുത്രന്മാരുടെ പിൻതലമുറക്കാരോ ആണ് പിന്നീട് 46-ാം സങ്കീർത്തനമൊക്കെ എഴുതുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്ന. 46-ാം സങ്കീർത്തനം കോരഹ് പുത്രന്മാർ എഴുതിയ സങ്കീർത്തനമാണ്. ഭൂമി പിളർന്നാലും ഞങ്ങൾ കുരുങ്ങി പോവുകയില്ല എന്നൊക്കെ അവരെഴുതാൻ കാരണം എന്ന് പറഞ്ഞാൽ അവര് ആ ഭൂമി പിളർന്ന് തന്റെ പിതാക്കന്മാരെ വിഴുങ്ങുന്നത് അത് കോരഹിന്റെ സ്വന്തം പുത്രന്മാരായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് വന്ന ഡിസെൻഡൻസ് ആയിരിക്കും. അവര് ആ സങ്കീർത്തനം എഴുതുന്നത് എത്ര ഹൃദ്യമായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മളത് സംഖ്യാപുസ്തകം തന്നെ 26-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല എന്ന് നമ്മളവിടെ കാണുന്നത്. എന്റെ കാരണം എന്താ? അവര് അവസാന നിമിഷം അവർക്ക് മനസ്സിലായി ഈ പിതാവ് തങ്ങളുടെ പിതാവൊക്കെയാണ്, അപ്പനൊക്കെയാ, പക്ഷെ ഇവര് ദൈവം വെച്ചിരിക്കുന്ന അധികാരമായിട്ടുള്ള മോശയ്ക്കെതിരെ മത്സരിക്കുന്നവരാ. അപ്പൊ ഈ മത്സരത്തിൽ ഞങ്ങൾ പങ്കാളിയാവത്തില്ല, ദൈവത്തിന്റെ ന്യായവിധിയുടെ കീഴിൽ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ
മോശയുടെ സൈഡിലേക്ക് വരും, ദൈവത്തിന്റെ സൈഡിലേക്ക് വരും എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ ബാക്കിയുള്ള അവരുടെ അമ്മയും അപ്പനും അമ്മയൊക്കെ, നിനക്ക് ഞങ്ങൾക്ക് ഉണ്ട ചോറിന് നന്ദിയില്ലേ, നീ ഞങ്ങളെ വിട്ട് അങ്ങോട്ട് പോവുകയാണോ, അയ്യോ എന്റെ മോനെ എന്നൊക്കെ പറഞ്ഞ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ കിടന്ന് കരഞ്ഞു കാണുമായിരിക്കും. പക്ഷെ ഈ കോരഹ് പുത്രന്മാര് അവര് ഉറച്ച് അവര് ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഞെക്കിക്കൊന്നില്ലെങ്കിൽ നക്കിക്കൊല്ലു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ സ്ത്രീജനങ്ങളങ്ങ് കരഞ്ഞു, അയ്യോ എന്റെ മോനെ നീ മുങ്ങാൻ പോവുകയാണോ, നീ അതായത് ബാപ്റ്റിസം എടുക്കാൻ പോവുകയാണോ, അതായത് നീ അയ്യോ ഞങ്ങളുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളൊക്കെ വിട്ടുപോവുകയാണോ, അയ്യോ ഇപ്പൊ അയ്യോ എന്റെ അപ്പന് ഹാർട്ട് അറ്റാക്ക് വരും, അല്ലെങ്കിൽ അയ്യോ ഞാനിപ്പോ അങ്ങ് ചത്തുപോകും എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പല അപ്പനമ്മമാരൊക്കെ ഇന്ന് മക്കളെ പിന്തിരിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ എന്റെ അപ്പനമ്മമാരും അതുപോലൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെ പക്ഷെ ദൈവം സഹിച്ച് അവരൊക്കെ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ അവരങ്ങ് കർത്താവിന്റെ ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഓൺലൈനായിട്ടൊക്കെ മീറ്റിംഗ് ജോയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ഒത്തിരി കരയാനൊക്കെ അമ്മയും അമ്മൂമ്മയും ചേച്ചിമാരും ഒക്കെ അയ്യോ ഞങ്ങളെ വിട്ടു പോവുകയാണോ, നീ മതം മാറി പോയോ എന്നൊക്കെ ചോദിച്ച് ഇന്ന് ഞാൻ അന്ന് അവരുടെ കണ്ണീരിലങ്ങ് വീണുപോയി. ഞാൻ അവരുടെ കൂടെ പോയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് വചനം പറയാൻ ഞാനില്ലായിരിക്കും, ദൈവം വേറെ ആരെങ്കിലും അതിനായിട്ട് എഴുന്നേൽപ്പിച്ചേനെ. അപ്പൊ എന്നാ അവരുടെ കണ്ണീര് അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാന്നുള്ള കാര്യം മനസ്സിലാക്കി അത് അവിടെ ഒരു സ്റ്റാൻഡ് എടുത്ത് വരാൻ ദൈവം സഹായിച്ചത് കൊണ്ട് ഇന്ന് കർത്താവിനായിട്ട് വാതുറക്കാൻ ദൈവം സഹായിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ കോരഹ് പുത്രന്മാര് ഈ ഭൂമിക്കുള്ളിലോട്ട് വിഴുങ്ങപ്പെട്ടില്ല. അതാ നമ്മുടെ സംഖ്യാപുസ്തകം 26:11 നമ്മളത് വായിച്ചു. നമ്മൾ തിരിച്ച് 16:32 നമ്മളിപ്പം വായിച്ചു. ഭൂമി വായു തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വ സമ്പത്തിനെയും കൂടെ, ഇവരുടെ ഈ സമ്പത്ത് ഉണ്ട് അതിനെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. അങ്ങ് പാതാളത്തിലേക്ക് ഡയറക്റ്റ് എൻട്രൻസ് കിട്ടി. ചിലർ എൻട്രൻസ് കിട്ടി ഡയറക്റ്റ് അങ്ങ് പിന്നെ മെഡിക്കൽ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞ പോലെ ഡയറക്റ്റ് അങ്ങ് പാതാളത്തിലേക്ക് ഇവർക്ക് അഡ്മിഷൻ ദൈവം കൊടുത്തു. 34-ാമത്തെ വാക്യം അവരുടെ ചുറ്റും ഇരുന്ന് 33-ാമത്തെ വാക്യം അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി ഭൂമി അവരുടെ മേൽ അടയുകയും ചെയ്തു. അല്ലെങ്കിൽ വീണ്ടും ആൾക്കാരെ ഒന്ന് വീട് തെറ്റി, അതുകൊണ്ട് ഭൂമി അങ്ങ് അടഞ്ഞു, അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ അല്ലെങ്കിൽ കോൺഗ്രിഗേഷന്റെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തതായിട്ട് നമ്മളവിടെ പെറിഷ് ഫ്രം ദ മിഡ്സ്റ്റ് ഓഫ് ദ അസംബ്ലി. കുടിവരവിന്റെ സഭ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്ലേസ്യ എന്നുള്ള വാക്ക് അങ്ങനെയുള്ള പുതിയ നിയമസഭയെ കുറിക്കുന്ന ആ ഒരു വാക്കല്ല. പഴയ നിയമത്തിലെ കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ അസംബ്ലി എന്ന് പറയുന്ന എബ്രായ ഭാഷയിലുള്ള വേറൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന. അവിടെ സഭയുടെ നടുവിൽ നിന്ന് അവർ നശിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പാതാളത്തിലേക്ക് അവർ ഡയറക്റ്റ് ആയിട്ട് ചെന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നു. ഇവിടെയും ഇത് ക്രിസ്തുവും കള്ളപ്രവാചകനും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തീപ്പൊയ്കയിലോട്ട് ചെല്ലുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ വായിച്ചു. പാതാളം അല്ലെങ്കിൽ നരകം എന്ന് പറയുന്നത് തീപ്പൊയ്കയും പാതാളം അല്ലെങ്കിൽ നരകം എന്ന് പറയുന്നതും തീപ്പൊയ്ക എന്ന് പറയുന്ന ഒരേ സ്ഥലമല്ല, മറിച്ച് ഈ പാതാളത്തിൽ തന്നെ അഗ്നിയുടെ ഒരു എല്ലാ അവിശ്വാസികളും പോകുന്ന തീയുടെ ഒരു ചെറിയ കുളമാണ് പാതാളം എന്ന് പറയുന്നത്. ഇന്ന് അവിശ്വാസികൾ മരിക്കുമ്പോൾ അവർ പാതാളത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ പാതാളത്തെയും മരണത്തെയും തന്നെ ഈ അഗ്നി പൊയ്കയിലേക്ക് തള്ളിയിടുന്ന കാര്യമാണ് നമ്മളിപ്പം വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്. ഇന്നും വിദ്യാർത്ഥികളും കുട്ടികളെ മാതാപിതാക്കൾക്കെതിരെ, വിദ്യാർത്ഥികളെ അധ്യാപകർക്കെതിരെ അങ്ങനെയൊക്കെയുള്ള പല മത്സരങ്ങളുടെയും സഭയിലെ വിശ്വാസികളെ ആത്മീയാധികാരങ്ങൾക്കെതിരെയൊക്കെയുള്ള ഒരു മത്സരത്തിന്റെ ഒരു ആത്മാവും കാര്യങ്ങളും ഒക്കെ നമ്മളിന്ന് ചുറ്റുപാടും ഒരുപാടിടങ്ങളിൽ കാണുമ്പോൾ അങ്ങനെ ഒരു റിബല്യസ് സ്പിരിറ്റ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാൻ. ശരിയാണ്, ചിലപ്പം നമ്മളുടെ മേലെ വെച്ചിരിക്കുന്ന അധികാരത്തോട് നമുക്ക് എല്ലാത്തിനും യോജിക്കാൻ പറ്റണമെന്നില്ല. അവർ മനുഷ്യരെ, അവർക്ക് കുറവുകൾ കാണും. പക്ഷെ എങ്കിലും നമ്മൾ വിയോജിക്കുമ്പോൾ പോലും ഒരു മത്സര മനോഭാവം ഇല്ലാതെ അധികാരത്തിലിരിക്കുന്നവരെ ബഹുമാനിപ്പാനും അവർക്ക് കീഴടങ്ങിയിരിക്കാനും ഒക്കെ ദൈവം നമ്മളെയും സഹായിക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ അതിൽ തന്നെ തുടർന്ന് പോയി പിന്നെ രക്ഷകനെ നഷ്ടപ്പെട്ട് ഈ പിശാചും കള്ളപ്രവാചകനും ക്രിസ്തു ഒക്കെ പോയ വഴിയിലേക്ക്, വിശാലമായ വഴിയിലേക്ക് പോയി അവസാനം തീപ്പൊയ്കയിലോട്ട് ചെന്ന് ചാടുന്ന രീതിയിൽ വന്നുകൂടുന്നില്ല. പലരും അങ്ങനെ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്കെതിരെയൊക്കെ മത്സരിച്ച് അതുപോലെ അങ്ങനെ രക്ഷയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ പോയിക്കൂടായികയില്ലാത്ത തരത്തിലുള്ള പല അപകടങ്ങളെ കുറിച്ചൊക്കെ നമ്മള് പലയിടങ്ങളിലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മാനസാന്തരത്തോടെ ദൈവമുമ്പാകെ ആയിരിക്കാം. നമ്മള് ഹാനോക്കും എലിയാവും ഒക്കെ ദൈവത്തോടു കൂടി നടന്നതുപോലെ
കർത്താവിനോടുള്ള ആ കൂട്ടായ്മയിലേക്ക് ചേർന്ന് വരുന്ന ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരുപാട് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാമല്ലോ. സ്നേഹം നിറഞ്ഞ പിതാവി, യേശുവേ കർത്താവെ, അവിടുത്തെ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതെ കർത്താവ്, ഞങ്ങൾക്ക് അങ്ങയോട് കൂടെ നടക്കണം. അങ്ങയോടുള്ള ആ കൂട്ടായ്മയുടെ ഹൃദയതയില് കർത്താവെ ആ സ്വർഗത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പഴയ നിയമ ഭക്തന്മാർക്ക് കർത്താവിനോട് കൂടെ നോഹിനും ഒക്കെ അങ്ങോട്ട് കൂടി നടക്കാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് എത്രയധികം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവെ പുതിയ നിയമത്തിലായിരിക്കും ഞങ്ങൾക്ക് കർത്താവിനോട് കൂടി ഇപ്പോഴും നടക്കാൻ സാധിക്കും. ഞങ്ങൾ അതിനായിട്ട് സഹായിച്ചാട്ടെ. അതെ കർത്താവെ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനത്തിലെ മുന്നറിയിപ്പുകളെ കർത്താവെ അവഗണിക്കാതെ അതെല്ലാം കർത്താവെ ഞങ്ങളെ അധികമായിട്ടുള്ള ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് വചനത്തിലൂടെ ഏതൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു ആ കാര്യങ്ങളിലൊക്കെ ഒരു കർത്താവെ ഇപ്പം തന്നെ ആ കാര്യങ്ങളെ മുമ്പാകെ മാനസാന്തരപ്പെടുവാനും അങ്ങോട്ട് ക്ഷമ ചോദിക്കാനും കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ അവിടുത്തെ മുമ്പാകെ അവിടുത്തെ വചനപ്രകാരം ക്രമീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണേ. കർത്താവെ, ഞങ്ങളെ ആശ്വസിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആരും നിരാശപ്പെട്ടു പോകരുത്. അങ്ങയിൽ പ്രത്യാശയുണ്ട്. കർത്താവെ, അങ്ങിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളെ രൂപാന്തരപ്പെടുത്താൻ അവിടത്തേക്ക് കഴിയും. ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണം. എല്ലാത്തിലും അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങളുടെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയൊക്കെ എസ്പെഷ്യലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം കർത്താവെ ദൈവഭയത്തിലും താഴ്മയിലും നുറുക്കത്തിലും കർത്താവെ വചനത്തിനോടുള്ള വലിയ ആവേശത്തിലും താല്പര്യത്തിലും ഒക്കെ വളർന്നു വരുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണം. കർത്താവെ, വചനത്തിന് അവിടുത്തെ കൂട്ടായ്മയ്ക്ക് മുൻഗണന കൊടുക്കുവാൻ അവരെ സഹായിക്കണം. കർത്താവെ, അവരെ വിശ്വസ സാക്ഷികളായിട്ട് അവരെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഓരോരുത്തരും അതിനായിട്ട് സഹായിച്ചാട്ടെ. എല്ലാത്തിലും അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. മാതാപിതാക്കൾക്ക് വേണ്ടുന്ന കർത്താവെ ജ്ഞാനവും വിവേകവും കാർക്കശ്യവും കരുണയും എല്ലാം അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാട്ടെ. എല്ലാത്തിലും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ യേശു കർത്താവിനെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമീൻ.